25. സ്യമന്തകം. യാദവ പ്രമാണിമാരിൽ ഒരാളായിരുന്നു സത്രാജിത്ത്. അദ്ദേഹം ദിവസേന പുലർച്ചയ്ക്ക് മുൻപ് എഴുന്നേറ്റ് കുളിച്ച് സൂര്യോദയത്തോടെ സൂര്യഗായത്രി ജപിച്ച് ആദിത്യദേവനെ ഉപാസിച്ചു പോന്നു. കുറെ കാലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പ്രസന്നനായ ഭാസ്കര ഭഗവാൻ സത്രാജിത്തിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. യാദവ, ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്തു വരം വേണമെങ്കിലും ചോദിച്ചോളാം. സ്വതവേ ധനവാനായിരുന്നുവെങ്കിലും സത്രാജിത്തിന് കുറെ കൂടി ധനം വേണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു, എനിക്ക് എന്നും ധനം ഉണ്ടാവണം. എത്ര എടുത്താലും എന്റെ ധനം തീരരുത്. പ്രഭാകരൻ തന്റെ കഴുത്തിലെ രത്നമാലയിൽ നിന്ന് ഒരു രത്നമൂരിയെടുത്ത് സത്രാജിത്തിന് കൊടുത്തു. ഈ സ്യമന്തക രത്നം അങ്ങയുടെ ഭവനത്തിൽ വെച്ച് പതിവായി പൂജിച്ച് 1008 സൂര്യഗായത്രി ജപിച്ച് പ്രാർത്ഥിക്കൂ. ഈ രത്നത്തിൽ നിന്ന് എല്ലാ ദിവസവും 8 ഭാരം സ്വർണം വീതം അങ്ങയ്ക്ക് ലഭിക്കും. ദിവാകരൻ മറഞ്ഞപ്പോൾ സൂര്യതേജസ്സുള്ള രത്നവും കഴുത്തിൽ ധരിച്ചുകൊണ്ട് സത്രാജിത്ത് അവിടെയുള്ളവർക്കെല്ലാം രത്നം കാണിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രീകൃഷ്ണന്റെ വസതിയിലേക്ക് പോയി. സത്രാജിത്ത് വരുന്നത് കണ്ട് യാദവന്മാർ സാക്ഷാൽ സൂര്യൻ തന്നെയാണ് വരുന്നതെന്ന് വിചാരിച്ച് കൃഷ്ണനോട് ചെന്ന് പറഞ്ഞു, ഇതാ ആദിത്യ ഭഗവാൻ അങ്ങയുടെ സമീപത്തേക്ക് വരുന്നു. കൃഷ്ണൻ നോക്കിയപ്പോൾ ഭാസ്കരദേവനല്ല, സെമന്തകമണി അണിഞ്ഞ സത്രാജിത്താണ് വരുന്നതെന്ന് മനസ്സിലായി. ഭഗവാൻ പുഞ്ചിരിയോടെ സത്രാജിത്തിനെ സ്വീകരിച്ച് ഉഗ്രസേനന്റെ രാജ്യസഭയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തനിക്ക് രത്നം എങ്ങനെ കിട്ടിയെന്നും അതിന്റെ മഹാത്മ്യം എന്താണെന്നും സത്രാജിത്ത് എല്ലാവർക്കും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ കൃഷ്ണൻ യാചനാസ്വരത്തിൽ സത്രാജിത്തിനോട് അപേക്ഷിച്ചു, രാജ്യത്തിൽ ഏതൊരു വിശിഷ്ട വസ്തു ഉണ്ടെങ്കിലും ആ നാട്ടിലെ രാജാവാണ് അവകാശി എന്ന് വിധിയുണ്ട്. അതുകൊണ്ട് അങ്ങ് ഈ സ്യമന്തക രത്നം ഉഗ്രസേന രാജാവിന്റെ മുൻപിൽ സമർപ്പിക്കുന്നതാണ് ഭംഗി. സത്രാജിത്തിന് അത് കേട്ട് ശുണ്ഠി വന്നു. മനുഷ്യനായാൽ ഇത്രയധികം ധനലോഭമുണ്ടാവരുത്. ക്ലേശിച്ചു സമ്പാദിച്ച ധനമേ നിലനിൽക്കൂ. യാചിച്ചു കിട്ടുന്നത് ഉടൻ തന്നെ പോയി പോവും. ഞാൻ എത്രയോ കാലം കഷ്ടപ്പെട്ട് സൂര്യോപാസന ചെയ്തതിന്റെ ഫലമായി പ്രഭാകരദേവൻ എനിക്ക് തന്ന രത്നമാണിത്. ഞാനിതാർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ വേഗം അവിടെ നിന്ന് പോയി. വഴിക്ക് കണ്ടവരോടെല്ലാം കൃഷ്ണന്റെ ദുസ്സാമർത്ഥ്യത്തെപ്പറ്റിയും അതിലോഭത്തെക്കുറിച്ചും ദുഷിച്ചു പറഞ്ഞുകൊണ്ടാണ് നടന്ന് ഗൃഹത്തിലെത്തിയത്. കൃഷ്ണൻ എന്തിനാണ് സത്രാജിത്തിനോട് സെമന്തകം യാചിച്ചത് എന്ന് ഉഗ്രസേനൻ ഉൾപ്പെടെ ആർക്കും മനസ്സിലായില്ല. കൃഷ്ണൻ അവരോടൊന്നും തന്നെ വിശദീകരിച്ചതുമില്ല. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു നാൾ സത്രാജിത്തിന്റെ അനുജൻ പ്രസേനൻ ജ്യേഷ്ഠനോട് അപേക്ഷിച്ചു, ജ്യേഷ്ഠ, ഞാൻ നായാട്ടിന് കാട്ടിലേക്ക് പോകുന്നു. സെമന്തകരത്നം കഴുത്തിൽ കെട്ടി പോകണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. ജ്യേഷ്ഠനത് സാധിപ്പിച്ചു തരണം. സത്രാജിത്തിന് സെമന്തകം തന്റെ കയ്യിൽ നിന്ന് വിടാൻ തീരെ മനസ്സിലായിരുന്നുവെങ്കിലും വളരെ പ്രായക്കുറവുള്ള പ്രസേനനോടുണ്ടായിരുന്ന അമിതമായ വാത്സല്യം മുന്നിട്ട് നിന്നു. മടിച്ചുകൊണ്ടാണെങ്കിലും അദ്ദേഹം സ്വർണ്ണമാലയിൽ കോർത്ത സെമന്തകരത്നം അനുജന്റെ കഴുത്തിൽ അണിയിച്ചു. മനസ്സിരുത്തണം, അശ്രദ്ധ കൊണ്ട് ഇത് കഴുത്തിൽ നിന്നും ഊരിപ്പോവാനിടയുണ്ട്. ഇക്കാര്യം നല്ലവണ്ണം ഓർക്കണം. ആരും തട്ടിക്കൊണ്ടു പോവാതെ ഇരിക്കാനും നോക്കണം. കൃഷ്ണയാദവന് ഇതിലൊരു കണ്ണുണ്ട്. അതുകൊണ്ട് കൂടുതൽ സൂക്ഷിക്കണം. എന്തു ചെയ്യാനും മടിക്കാത്തവനാണവൻ. പ്രസേനൻ സമ്മതിച്ചു. ശരി ജ്യേഷ്ഠ, ഞാൻ നന്നായി മനസ്സിരുത്തിക്കോളാം. കഴുത്തിൽ നിന്ന് ഊരിപ്പോകാതെ നല്ലവണ്ണം ശ്രദ്ധിക്കാം. ആരും ഇതെന്റെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ടു പോവയില്ല. ദുസ്സാമർത്ഥ്യക്കാരനായ കൃഷ്ണൻ മറ്റാരെ പറ്റിച്ചാലും എന്നെ ചതിക്കയില്ല. അവനേക്കാൾ മിടുക്കുണ്ട് എനിക്ക്. സത്രാജിത്ത് ഒരുവിധം അനുമതി കൊടുത്തു. കഴുത്തിൽ രത്നം കോർത്ത സ്വർണ്ണമാലയും അണിഞ്ഞ് പ്രസേനൻ കുതിരപ്പുറത്ത് കയറി ചില കൂട്ടുകാരോടും വേട്ടപ്പട്ടികളോടുമൊപ്പം കാട്ടിലേക്ക് പോയി. ആ സംഘം കൊടുങ്കാട്ടിൽ കടന്നപ്പോൾ വലിയൊരു സിംഹം അലറിക്കൊണ്ട് പ്രസേനനെയും കൂട്ടുകാരെയും എതിരിട്ടു. ഒപ്പം പോയവർ പേടിച്ചോടിക്കളഞ്ഞു. വേട്ടപ്പട്ടികളിൽ ചില എണ്ണത്തെ സിംഹം കൊന്നുകളഞ്ഞു. മറ്റു ചിലവ ഓടിപ്പോയി. കുതിരപ്പുറത്തിരുന്നു കൊണ്ട് പ്രസേനൻ സിംഹത്തിന്റെ നേരെ വാൾ വീശി. സിംഹം അതൊന്നും വിലവെച്ചില്ല. അത് ഒറ്റ ചട്ടത്തിന് കുതിരയെ കൊന്നുവീഴ്ത്തി. പ്രസേനനെ തള്ളിയിട്ട് കഴുത്തിൽ പല്ലുകളിറുത്തു കൊന്നുകളഞ്ഞു. മാലയിൽ തൂങ്ങിക്കിടന്ന സെമന്തകം തിന്നാനുള്ള എന്തോ വിശേഷപ്പെട്ട മാംസകഷ്ണമാണെന്ന് കരുതി വായിൽ കടിച്ചു പിടിച്ചുകൊണ്ട് നടന്ന് ഒരു മരച്ചുവട്ടിൽ കിടന്ന് പതുക്കെ തിന്നാനുള്ള ആരംഭമായി. ആ സമയത്ത് ശ്രീരാമദാസനായിരുന്ന ജാംബവാൻ എന്ന വൃദ്ധനും അന്ധനുമായ ആൾക്കരടി ശ്രേഷ്ഠൻ ആ വഴിക്ക് വന്നു. മണം കൊണ്ട് സിംഹത്തെ തിരിച്ചറിഞ്ഞ അദ്ദേഹം സിംഹത്തിന്റെ മേൽ ചാടി വീണ് അതിനെ കൈത്തല്ലം കൊണ്ട് അടിച്ചു കൊന്നു. അതിന്റെ വായിൽ നിന്നു വീണ രത്നം അദ്ദേഹം തപ്പിയെടുത്തു. അതെന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. സാധാരണയിലധികം വലുപ്പമുള്ള വെള്ളാരങ്കല്ലാണെന്ന് അദ്ദേഹത്തിന് തൊട്ടുനോക്കിയപ്പോൾ തോന്നിയുള്ളൂ. അദ്ദേഹം അതും കൊണ്ട് താൻ വസിക്കുന്ന ഗുഹയിലേക്ക് പോയി മകൻ കേയൂരന്റെ ചെറിയ ഉണ്ണിക്ക് കളിക്കാൻ കൊടുത്തു. അതിന്റെ മാഹാത്മ്യമറിയാത്ത കുഞ്ഞ് ആ വിശിഷ്ടരത്നം തട്ടിക്കളിച്ചും മണപ്പിച്ചും വായിലിട്ടുരുട്ടിയും നക്കിയും കടിച്ചും ദൂരത്തേക്കെറിഞ്ഞും കളിച്ചു. കുഞ്ഞിനെ നോക്കാൻ ഇരുന്നിരുന്ന ധാത്രിക്കും രത്നത്തിന്റെ മഹിമയെക്കുറിച്ച് ഒന്നും അറിഞ്ഞൂടായിരുന്നു. കൂടെ പോയ കൂട്ടുകാരൊക്കെ തിരിച്ചു വന്നെങ്കിലും കുതിരയും പ്രസേനനും തിരിച്ചെത്തിയില്ല. സിംഹം ചാടി വന്നതും പേടിച്ചോടിയതും കൂട്ടുകാർ പറഞ്ഞു. പക്ഷേ പ്രസേനൻ എന്തുപറ്റി എന്ന് പറയാൻ ആർക്കും അറിവുണ്ടായിരുന്നില്ല. 2-3 ദിവസം കഴിഞ്ഞിട്ടും പ്രസേനന്റെ യാതൊരു വിവരവും കിട്ടിയില്ല. അപ്പോൾ സത്രാജിത്ത് എല്ലാവരോടും നടന്നു പറഞ്ഞു, കൃഷ്ണന് ആദ്യം തന്നെ എന്റെ രത്നം കിട്ടണമെന്ന് കൊതിയുണ്ടായിരുന്നു. നേരിട്ട് ചോദിക്കുകയും ചെയ്തു. എന്നാൽ ഞാൻ കൊടുത്തില്ല. ഞാൻ ക്ലേശിച്ചു കിട്ടിയ രത്നം ഒരാൾക്ക് വെറുതെ കൊടുക്കാൻ കഴിയോ?
കൃഷ്ണൻ ആ പക വീട്ടിയതാണ്. കാട്ടിലേക്ക് പോയ നിഷ്കളങ്കനായ എൻ്റെ കൊച്ചനുജനെ കൃഷ്ണൻ പതിയിരുന്ന് കൊന്നുകളഞ്ഞതാണ്. സിംഹത്തെ പോലും ഇണക്കാൻ കഴിയുന്ന അവൻ ആദ്യം അതിനെ അയച്ച് കൂട്ടുകാരെയൊക്കെ ആട്ടിയോടിച്ചു. എന്നിട്ട് പ്രസേനനെ കൊന്ന് രത്നമെടുത്തുകൊണ്ടുവന്ന് ഒന്നും അറിയാത്ത മട്ടിൽ ദ്വാരകയിൽ കഴിയാണ്. പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്ന പോലെയാണ് പാൽ കുതിയാനായ കൃഷ്ണന്റെ പ്രവൃത്തിയും. മറ്റാരും അറിയില്ലെന്ന് കരുതി ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾക്ക് കണക്കില്ല. ഇത് ഞാൻ അറിഞ്ഞു. ഇനിയും എന്തൊക്കെയോ അറിയാൻ കിടക്കുന്നു. ഒരിക്കലെല്ലാം തെളിയും. പലനാൾ കള്ളൻ ഒരു നാൾ പെടുവല്ലോ. യാദവന്മാരെല്ലാം കേട്ടപടി അത് വിശ്വസിച്ചു. സർവ്വഗുണോപേതനായ ഒരാളിൽ വല്ല ദോഷവും കണ്ടെത്തിയാൽ ജനങ്ങൾക്ക് അമൃത കുടിക്കാൻ കിട്ടുന്ന പോലെ സന്തോഷാണുണ്ടാവുക. എല്ലാവരും കൃഷ്ണൻ പ്രസേനനെ കൊന്നു സ്യമന്തകരത്നം കട്ട കഥ കേട്ടില്ലേ? എന്താണ് അത്ഭുതം! കുട്ടിക്കാലത്ത് പാലും വെണ്ണയും കട്ട് നടന്നവനല്ലേ? ആ ശീലം മാറുമോ? കുട്ടിക്കാലത്ത് പരിചയിച്ച കാര്യം മുതിർന്ന ശേഷം എത്ര യോഗ്യനാണെന്ന് നടിച്ചാലും മറക്കയില്ല. കാഞ്ഞിരക്കൊരു ഏറെക്കാലം പാലിലിട്ട് വെച്ചാലും കയ്പ് മാറുമോ? യാദവന്മാരും യാദവ സ്ത്രീകളും ഇങ്ങനെ പലതും അവനവന്റെ സരസ്വതീ വിലാസം പോലെ പറഞ്ഞു നടന്നു. കുട്ടികളെ കൃഷ്ണന് വലിയ ഇഷ്ടമായിരുന്നു. അവരെ ലാളിച്ചും ഓമനിച്ചും മധുരപലഹാരങ്ങൾ തിന്നാൻ കൊടുത്തും അവരോടൊപ്പം കളിച്ചും കുട്ടികളുമായി കൃഷ്ണൻ സൗഹൃദബന്ധം സ്ഥാപിച്ചിരുന്നു. അച്ഛനമ്മമാരുടെ ഉപദേശമനുസരിച്ച് കുട്ടികൾ പോലും കൃഷ്ണന്റെ അടുത്ത് വരാതെയായി. കാരണം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ആഭരണങ്ങളോ പട്ടുവസ്ത്രങ്ങളോ പോയാൽ പോട്ടെ, അതൊക്കെ വീണ്ടും ഉണ്ടാക്കാം. ജീവൻ പോയാൽ പിന്നെ ഉണ്ടാക്കാൻ കഴിയില്ലെന്നാണ് അമ്മ പറഞ്ഞു വന്നിട്ടുള്ളത്. കൊലയാളിയായ കൃഷ്ണന്റെ കൂടെ കളിക്കാൻ ഞങ്ങൾ വരില്ല. കുട്ടികളുമായുള്ള സൗഹൃദം നശിച്ചതിൽ മനോവേദനയുണ്ടായി. അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു. ഏഷ്ണയുടെയും അപവാദത്തിന്റെയും ശക്തി വാസുദേവന് അനുഭവപ്പെട്ടു. ഇതിന് പരിഹാരമുണ്ടാക്കിയേ അടങ്ങൂ എന്ന് ദാമോദരൻ നിശ്ചയിച്ചു. തന്റെ പേരിൽ അപവാദാരോപണം ഏറ്റവും കൂടുതൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ശതധന്വാവിനെയും കൃതവർമാവിനെയും കൂടാതെ സാത്യകി, ഉദ്ധവൻ എന്നീ മിത്രങ്ങളെയും പ്രസേനനോടൊപ്പം പോയിരുന്ന കൂട്ടുകാരെയും കൂട്ടി കൃഷ്ണൻ കാട്ടിലേക്ക് പോയി. കുറെ ദൂരം ചെന്നപ്പോൾ ഒരു സ്ഥലത്ത് പ്രസേനനും കുതിരയും മരിച്ചു കിടക്കുന്നത് അവർ കണ്ടു. സിംഹത്തിന്റെ കടിയേറ്റിട്ടാണ്, അല്ലാതെ മനുഷ്യരാരും കൊന്നിട്ടല്ല. പ്രസേനന്റെയും കുതിരയുടെയും മരണമെന്ന് അവർക്ക് ബോധ്യമായി. അല്പമകലെ ഒരു മരച്ചുവട്ടിൽ സിംഹവും ചത്തുകിടക്കുന്നത് കണ്ടു. സിംഹത്തെ അതിബലവാനായ ഒരാൾ അടിച്ചു കൊന്നതാണെന്ന് കണ്ടപ്പോൾ അവർക്ക് തോന്നി. സിംഹത്തിന്റെ അടുത്തുനിന്ന് ഒരാൾക്കരടിയുടെ കാലടിപ്പാടുകൾ കണ്ട് ആൾക്കരടിയായിരിക്കണം സിംഹത്തെ കൊന്നതെന്ന് അവർ ഊഹിച്ചു. കാലടിപ്പാടുകളെ പിന്തുടർന്ന് ചെന്നപ്പോൾ അവർ ഒരു ഗുഹയുടെ വാതിൽക്കിലെത്തി. ഗുഹ അടച്ചിരുന്ന പാറക്കല്ല് നീക്കി വാസുദേവകൃഷ്ണൻ ഉള്ളിലേക്ക് കടന്നു. കടക്കുമ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ ആരും ഉള്ളിലേക്ക് വരണ്ട, പുറത്തു നിന്നാൽ മതി. ആൾക്കരടിയുടെ കൈവശം സ്യമന്തകരത്നം ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെ കൈവശപ്പെടുത്തും എന്നൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. അതിന് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതാണ് നല്ലത്. ഞാനിതാ ഗുഹാമുഖത്തെ മുമ്പത്തെ പോലെ അടച്ചിടുകയാണ്. നിങ്ങൾ എന്നെ കാത്ത് ഇവിടെ നിന്നാൽ മതി. കൃഷ്ണൻ ഒറ്റയ്ക്ക് പോകുന്നതിൽ സാത്യകിക്കും ഉദ്ധവനും എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും കൃഷ്ണൻ അത് വകവയ്ക്കാതെ ഗുഹാദ്വാരമടച്ച് ഉള്ളിലേക്ക് പോയി. ഗുഹയുടെ മുകൾ ഭാഗത്തുള്ള വിടവിലേക്ക് നല്ല വെളിച്ചം പ്രസരിക്കുന്നുണ്ടായിരുന്നു. വെളിച്ചം അകത്തു കടക്കുമെങ്കിലും മഴത്തുള്ളികൾ വീഴാത്ത വിധത്തിലാണ് വിടവുകൾ സ്ഥിതി ചെയ്യുന്നത്. ഈ വിടവുകൾ കൃത്യമായി ആരോ തുളച്ചുണ്ടാക്കിയതാണെന്ന് കൃഷ്ണന് മനസ്സിലായി. ഉള്ളിൽ കടന്നപ്പോൾ കഷ്ടിച്ച് 2 വയസ്സ് പ്രായമുള്ള ഒരു ശിശു സ്യമന്തകരത്നമെടുത്ത് ഗുഹാഭിത്തിമയിലേക്ക് എറിഞ്ഞും ധാത്രി അത് എടുത്തു കൊടുക്കുമ്പോൾ വീണ്ടും എറിഞ്ഞും പൊട്ടിച്ചിരിച്ചും കളിക്കുന്നത് കണ്ടു. ധാത്രി മാത്രമേ കുഞ്ഞിന്റെ അടുത്തുണ്ടായിരുന്നുള്ളൂ. കളിക്കിടയിൽ കുഞ്ഞ് സ്യമന്തകരത്നം കയ്യിൽ പിടിച്ച സമയത്ത് കൃഷ്ണൻ ഓടിച്ചെന്ന് അവന്റെ പക്കൽ നിന്ന് രത്നം പിടിച്ചു വലിച്ചെടുത്തു. കുഞ്ഞ് പേടിച്ചും കളിക്ക് തടസ്സം വന്നതിൽ ഖേദിച്ചും ഉറക്കെ കരഞ്ഞു തുടങ്ങി. ധാത്രി കൃഷ്ണനെ നോക്കി, നിങ്ങൾ ആരാണ്? എങ്ങനെ ഗുഹയുടെ ഉള്ളിൽ കടന്നുകൂടി? എന്തിനാണ് കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് വെള്ളാരങ്കല്ല് തട്ടിപ്പറിച്ചെടുത്തത്? കൃഷ്ണൻ മറുപടി പറഞ്ഞു, ഇത് വെള്ളാരങ്കല്ലല്ല, അമൂല്യമായ രത്നമാണ്. ആരാണ് ഇതിന്റെ വില അറിയാതെ കൊച്ചുകുഞ്ഞിനെ കളിക്കാൻ കൊടുത്തത്? ധാത്രിക്ക് കോപം വന്നു. ഇത് രത്നമാണെന്ന് ആര് പറഞ്ഞു? രത്നങ്ങളുടെ വിലയറിയാത്ത ആളൊന്നും അല്ല ഇത് കുഞ്ഞിന് കളിക്കാൻ കൊടുത്തത്. ജാംബവാൻ എന്ന ഋഷിശ്രേഷ്ഠനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹമാണ് ഒരു സിംഹത്തെ കൊന്ന് അതിന്റെ വായിൽ നിന്ന് ഇതെടുത്തുകൊണ്ടുവന്ന് കുഞ്ഞിന് കൊടുത്തത്. വലിയൊരു വെള്ളാരങ്കല്ലാണ് ഇതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ത്രേതായുഗത്തിൽ ശ്രീരാമാവതാര കാലത്ത് ദാശരഥി രാമനെ സഹായിച്ച പ്രമുഖന്മാരിൽ ഒരാളും ശ്രീരാമഭക്തനുമായ ജാംബവാന്റെ ഗുഹയാണിതെന്നറിഞ്ഞ് വാസുദേവകൃഷ്ണൻ സന്തോഷിച്ചു. അപ്പോഴേക്കും അതിസുന്ദരിയായ ഒരു തരുണിയും പിന്നാലെ വൃദ്ധനും അന്ധനുമായ ജാംബവാനും ഉള്ളിൽ നിന്ന് വന്നു. തരുണി പറഞ്ഞു, അച്ഛാ, ഇതാ ഈ നിൽക്കുന്ന ചെറുപ്പക്കാരൻ നമ്മുടെ കുഞ്ഞിന്റെ പക്കൽ നിന്ന് വെള്ളാരങ്കല്ല് തട്ടിപ്പറിച്ചുവെന്നാണ് തോന്നുന്നത്. ധാത്രി അത് ശരിവച്ചു. ജാംബവാൻ മുന്നോട്ട് വന്ന് തപ്പിത്തിരഞ്ഞ് കൃഷ്ണന്റെ കൈകൾ മുറുക്കി പിടിച്ചു. നീ ആരാണടാ? രാഘവഭക്തനായ തന്റെ ഗുഹയിൽ കടന്ന് എന്റെ പൗത്രന്റെ കളിപ്പാട്ടം തട്ടിപ്പറിക്കാൻ ധൈര്യപ്പെട്ടവൻ? ജാംബവാൻ, രാമ, രഘുപതേ, ലക്ഷ്മണാഗ്രജ, സീതാവല്ലഭ, രാവണാരേ, സുഗ്രീവമിത്രമേ, ഭക്തവത്സല എന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് കൃഷ്ണനെ ബലമേറിയ കൈത്തലം കൊണ്ട് തലങ്ങും വിലങ്ങും തല്ലി. കൃഷ്ണൻ വിട്ടുകൊടുത്തില്ല. തന്റെ മൃദുലങ്ങളായ കൈത്തലങ്ങൾ കൊണ്ട് ജാംബവാന്റെ മുഖത്തും തലകളിലും കൈയിലും നെഞ്ചത്തും വയറ്റത്തും കാലുകളിലും ഊക്കിലടിച്ചു. ജാംബവാൻ അടികൊണ്ട് നിലത്ത് വീണുപോയി. വൃദ്ധനായ ഋഷപുങ്കവൻ നിലവിളിച്ചു.
അയ്യോ, ശ്രീരാമദാസനായ എന്നെ ഇന്നേ വരെ രാക്ഷസന്മാർ പോലും തോൽപ്പിച്ചിട്ടില്ല. ആരുടെ മുന്നിലും തോൽക്കാത്ത ഈ രഘുരാമ ഭക്തനെ ഏതോ ഒരു ചെറുപ്പക്കാരൻ ഇതാ തോൽപ്പിച്ച് നിലത്ത് വീഴ്ത്തിയിരിക്കുന്നു. എന്താണിതിന് കാരണം? ആരാണ് ഈ ചിക്കൻ? കൃഷ്ണൻ ജാമ്പവാനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ശരീരം തലോടി വേദനയകറ്റി. ജാമ്പവാൻ, അങ്ങ് ഓർക്കുന്നുണ്ടോ, അയോധ്യയിൽ വെച്ച് ദാശരഥി രാമന്റെ പട്ടാഭിഷേകം കഴിഞ്ഞ സമയത്ത് രാമനോട് അങ്ങൊരാവശ്യം പറഞ്ഞു. അങ്ങയ്ക്ക് എന്റെ കൈത്തലം കൊണ്ടുള്ള അടി കിട്ടണമെന്ന് അങ്ങ് അപേക്ഷിച്ചു. അദ്ദേഹം അത് നിഷേധിച്ചു. ആ ജന്മത്തിൽ ഉപകാരിയായ അങ്ങയെ അടിക്കാൻ രാമന് മനസ്സ് വന്നില്ല. അടുത്ത ജന്മത്തിൽ അടിച്ചുകൊള്ളാമെന്നായിരുന്നു രാമൻ അങ്ങയെ പറഞ്ഞ് സമാധാനിപ്പിച്ചത്. ഇപ്പോൾ ഇതാ ആ അനുഗ്രഹം സഫലമാക്കാൻ ഞാൻ വന്നിരിക്കുന്നു. കണ്ണുമിഴിക്കൂ, അങ്ങയ്ക്കെന്നെ കാണാൻ കഴിയും. സ്വതവേ അന്ധനായ ജാമ്പവാൻ കണ്ണുകൾ മിഴിച്ചപ്പോൾ കിരീടധാരിയും വലതുകൈയിൽ വില്ലും അമ്പും പിടിച്ചവനും പുറത്ത് ആവനാഴി തൂക്കിയവനും രത്നമാലകൾ അണിഞ്ഞവനും മഞ്ഞപ്പട്ടുടുത്തവനുമായ ശ്രീരാമ ഭഗവാൻ അനനുകരണീയമായ പുഞ്ചിരിയോടെ നിൽക്കുന്നത് കണ്ടു. ജാമ്പവാൻ എഴുന്നേറ്റ് ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ഭഗവാനെ രാമഭദ്ര, ഞാൻ അങ്ങയോടാണോ യുദ്ധം ചെയ്തത്? അങ്ങയുടെ തിരുമാർത്താണോ ഞാൻ കൈത്തലങ്ങൾ പരത്തി അടിച്ചത്? അങ്ങയുടെ തൃക്കൈകൾ കൊണ്ടുള്ള അടി എനിക്ക് കിട്ടിയത് അങ്ങയോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണല്ലോ. ഞാൻ ധന്യനായി, പുണ്യശാലിയായി. എന്നെ അനുഗ്രഹിക്കണേ. അധികം വൈകാതെയും കഷ്ടപ്പാടുകൾ കൂടാതെ ഞാൻ മൃതിയടഞ്ഞ് അങ്ങയുടെ പാദപത്മങ്ങളിൽ ലയിക്കുമാറാകണേ. ശ്രീരാമൻ ജാമ്പവാന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പിടിച്ചെഴുന്നേൽപ്പിച്ച് മുൻപിൽ നിർത്തി. ഋക്ഷശ്രേഷ്ഠ, അങ്ങയുടെ സർവാഭീഷ്ടങ്ങളും സാധിക്കും. ഞാൻ ഇനി എന്താണ് അങ്ങയ്ക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? ഇത് ചോദിച്ചതോടെ വില്ലും അമ്പും ധരിച്ച ശ്രീരാമചന്ദ്രൻ അപ്രത്യക്ഷനായി. പീലിക്കിരീടവും ഓടക്കുഴലും ശംഖും പിടിച്ച ശ്രീകൃഷ്ണൻ ജാമ്പവാന്റെ മുൻപിൽ പുഞ്ചിരിയോടെ നിന്നു. ജാമ്പവാൻ കൈകൂപ്പി പ്രാർത്ഥിച്ചു. രണ്ടുപേരും ഒരാളാണെന്നറിയാനുള്ള ബുദ്ധി എനിക്കില്ലാതായിപ്പോയി. ഞാൻ അങ്ങയോടൊരു കാര്യം ചോദിക്കട്ടെയോ? അപ്രിയം തോന്നരുതേ. ഈ ജന്മത്തിലും അങ്ങ് ഏകപത്നീവ്രതം അനുഷ്ഠിക്കുന്നുണ്ടോ? വാസുദേവകൃഷ്ണൻ പൊട്ടിച്ചിരിച്ചു. ഇല്ല, കഴിഞ്ഞ ജന്മത്തിൽ ശൂർപ്പണഖ ഉൾപ്പെടെ അനേകം പേർ എന്നോട് പ്രേമാഭർത്തന നടത്തിയിട്ടുണ്ട്. ഏകപത്നീവ്രതം നിമിത്തം ആരുടെയും ആശ നിറവേറ്റാൻ എനിക്ക് സാധിച്ചില്ല. ഈ ജന്മത്തിൽ എന്നോട് അനുരാഗം യാചിക്കുന്ന ഏതൊരു സ്ത്രീയെയും ജാതിനാമ വിശ്വാസഭേദങ്ങൾ കൂടാതെ ഞാൻ സ്വീകരിക്കും. ഈ ജന്മത്തിൽ അതാണ് എൻ്റെ വ്രതം. അപ്പുറത്ത് നിന്നിരുന്ന സുന്ദരിയായ തരുണിയെ കൈപിടിച്ചു കൊണ്ടുവന്ന് ജാമ്പവാൻ അവളുടെ വലതുകൈ കൃഷ്ണന്റെ വലതുകൈയുമായി ചേർത്തു. ഇവൾ എൻ്റെ മകൾ ജാമ്പവതിയാണ്. ആൾക്കാരടിയുടെ മകളാണെങ്കിലും ഇവൾക്ക് ഇവളുടെ അമ്മയായ അപ്സര സ്ത്രീ കങ്കണയുടെ അതേ മുഖഛായയും ശരീരപ്രകൃതിയുമാണ്. അങ്ങ് ഇവളെ പത്നിയായി സ്വീകരിക്കണം. കൃഷ്ണൻ സമ്മതിച്ചു. സ്യമന്തകരത്നം മടിയിൽ തിരുകി ജാമ്പവതിയുടെ കൈ പിടിച്ചുകൊണ്ട് ഭഗവാൻ ഗുഹയുടെ പുറത്ത് കടന്നു. കൃഷ്ണൻ ഗുഹയിലേക്ക് പ്രവേശിച്ചിട്ട് അന്നേക്ക് 27 ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു. യുദ്ധവും പിന്നീടുണ്ടായ സംഭാഷണങ്ങളും കാരണം ദിവസങ്ങൾ പോയത് കൃഷ്ണൻ അറിഞ്ഞില്ല. കൃഷ്ണൻ ഗുഹയുടെ ഉള്ളിലേക്ക് പോയിട്ട് 15 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ശതധന്വാവും കൃതവർമാവും ഉറപ്പിച്ചു പറഞ്ഞു. കൃഷ്ണനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയുകയില്ലെന്നൊരു വിചാരം നിങ്ങളിൽ പലർക്കുണ്ട്. എന്നാൽ അത് ശരിയല്ലെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. കൂറ്റനും ബലവാനുമായ ഒരു സിംഹത്തെ കൈതലം കൊണ്ട് അടിച്ചുകൊന്ന ആൾക്കരടി അനന്യസാധാരണമായ ശക്തിയുള്ളവനാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഉള്ളിൽ നിന്ന് കൃഷ്ണന്റെ ശബ്ദമൊന്നും കേൾക്കാനുമില്ല. ആൾക്കരടിയുടെ ക്രുദ്ധമായ മുരൾച്ച മാത്രമേ കേൾക്കുന്നുള്ളൂ. ശക്തനായ കരടി കൃഷ്ണനെ കൊന്നുകളഞ്ഞിട്ടുണ്ടാവും. ദിവസങ്ങൾ 15 കഴിഞ്ഞു. കൃഷ്ണൻ ഗുഹയുടെ ഉള്ളിലേക്ക് പോയിട്ട് ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ലല്ലോ. നിശ്ചയമായും കൃഷ്ണൻ മരിച്ചിട്ടുണ്ടാവും. നമ്മളിനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. നമുക്ക് ദ്വാരകയിൽ തിരിച്ചു ചെന്ന് കൃഷ്ണന്റെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്ത് സമാധാനിച്ചിരിക്കുകയാണ് വേണ്ടത്. കൃഷ്ണൻ മരിച്ചുവെന്ന് സാത്യകിക്കും ഉദ്ധവനും വിശ്വാസമായില്ല. ഏതോ ഒരാൾക്കരടിക്ക് കൊല്ലാൻ പറ്റുന്ന ആളല്ല കൃഷ്ണൻ. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എത്രയെത്ര ശക്തന്മാരായ അസുരന്മാരെ കൃഷ്ണൻ കൊന്നിട്ടുണ്ട്. അതൊക്കെ നോക്കുമ്പോൾ ഈ ആൾക്കരടി എത്രയോ നിസാരനല്ലേ? അതുമാത്രമല്ല, കൃഷ്ണൻ യുവാവാണ്. ഇനിയും വളരെ കാലം ലോകോപകാരപ്രദനായി ജീവിക്കേണ്ട ആളാണ്. കൃഷ്ണനില്ലാത്ത ദ്വാരക കടലിൽ താണുപോവും. കൃഷ്ണൻ മരിച്ചിരിക്കാൻ ഇടയില്ല. ശതധന്വാവ് സാത്യകിയോട് പറഞ്ഞു. യുയുധാന, ഉദ്ധവന് വല്ലാത്തൊരു ഭക്തിയും സ്നേഹവും ഉണ്ട് കൃഷ്ണനോട്. അതുകൊണ്ടാണ് കൃഷ്ണൻ മരിച്ചിട്ടുണ്ടാവില്ലെന്ന് തോന്നുന്നത്. എന്നാൽ നമ്മൾ യുക്തിയോടെ വേണ്ടേ ചിന്തിക്കാൻ? 15 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഗുഹയുടെ ഉള്ളിൽ നിന്ന് കൃഷ്ണൻ വരാത്തതിന്റെ കാരണം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. വെറുതെ തർക്കിച്ചു നിൽക്കണ്ട. നമുക്ക് ദ്വാരകയിലേക്ക് പോവാം. എത്ര ദിവസമായി നമ്മൾ കായികനികൾ തിന്നും ചോലവെള്ളം കുടിച്ചും ഇവിടെ കിടന്ന് വെറുതെ കഷ്ടപ്പെടുന്നു. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. നമുക്ക് മടങ്ങിപ്പോവാം. സാത്യകിയും ഉദ്ധവനും മനസ്സില്ലാ മനസ്സോടെ കണ്ണീരൊഴുക്കിക്കൊണ്ട് ശതധന്വാവിന്റെയും കൃതവർമാവിന്റെയും കൂടെ ദ്വാരകയിലേക്ക് മടങ്ങി. ദ്വാരകയിൽ കൃഷ്ണന്റെ മരണവൃത്താന്തം അറിഞ്ഞപ്പോൾ ദേവകിയും വസുദേവനും ഉഗ്രസേനനും രുക്മിണിയും പ്രദ്യുമ്നനും രതിദേവിയും രുക്മവതിയും അക്രൂരനും മാത്രമല്ല പുരവാസികൾ സകലരും അലമുറ കൂട്ടിത്തുടങ്ങി. ഗർഗമുനി പ്രദ്യുമ്നനെ കൊണ്ട് പിതൃകർമ്മങ്ങൾ ചെയ്യിപ്പിച്ചു. എല്ലാവരും ദുഃഖത്തോടെ കരഞ്ഞും സത്രാജിത്തിനെ പഴിച്ചും 12 ദിവസം കഴിച്ചു. ഗുഹയിൽ നിന്ന് സ്യമന്തകരത്നം മടിയിൽ വെച്ച് ജാമ്പവതിയുടെ കൈ പിടിച്ചുകൊണ്ട് കൃഷ്ണൻ പുറത്തു കടന്നപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. താൻ മരിച്ചുപോയിട്ടുണ്ടാവുമെന്ന് കരുതി എല്ലാവരും ദ്വാരകയിലേക്ക് മടങ്ങിപ്പോയിരിക്കുമെന്ന് കൃഷ്ണൻ ഊഹിച്ചു. മന്ദഹാസത്തോടെ ഗോവിന്ദൻ ദ്വാരകാപുരിയിലേക്ക് വളരെ വേഗം നടന്നുപോയി.
കൃഷ്ണന്റെ ഒപ്പമെത്താൻ മന്ദരഗാമിനിയായ ജാമ്പവതി പ്രയാസപ്പെട്ടു. ദ്വാരകയുടെ ഗോപുരത്തിലെത്തിയ ഉടൻ ഗോപുരം കാവൽക്കാർ ആഹ്ലാദ ശബ്ദം പുറപ്പെടുപ്പിച്ചുകൊണ്ട് കാഹളമൂതി ദ്വാരകാവാസികളെ മുഴുവൻ അറിയിച്ചു. കൃഷ്ണൻ മരിച്ചിട്ടില്ല, ഇതാ വാസുദേവൻ തിരിച്ചു വന്നിരിക്കുന്നു. ദേവകീ നന്ദനന് ദേഹത്തിൽ ഒരു പോറൽ പോലുമില്ല. പോയതുപോലെ ആരോഗ്യ ദൃഢഗാത്രനും സുന്ദരനുമായി കൃഷ്ണൻ നമ്മളെയൊക്കെ ആനന്ദിപ്പിക്കാൻ വന്നു ചേർന്നിരിക്കുന്നു. കാഹളശബ്ദം കേട്ട് ദ്വാരകയിലെ ആബാലവൃദ്ധം ആ വനിതാ പുരുഷം ജനങ്ങളെല്ലാം രാജധാനിയിലേക്ക് ഓടിയെത്തി. എന്നാൽ കൃഷ്ണൻ ആദ്യം രാജധാനിയിലേക്കല്ല പോയത്, സത്രാജിത്തിന്റെ ഭവനത്തിലേക്കായിരുന്നു. പ്രസേനനെ കൊന്നത് കൃഷ്ണനല്ലെന്നും മറ്റും കാട്ടിലേക്ക് കൃഷ്ണനോടൊന്നിച്ചു പോയവർ പറഞ്ഞതറിഞ്ഞ് സത്രാജിത്ത് പശ്ചാത്താപത്തോടെ ഇരിക്കുകയായിരുന്നു. തന്റെ അപവാദ പ്രചരണ നിമിത്തമാണ് കൃഷ്ണൻ കാട്ടിലേക്ക് പോയതും ആൾക്കരടിയോട് മല്ലിട്ട് മരിക്കാനിടയായതുമെന്നാണ് സത്രാജിത്ത് ധരിച്ചത്. കൃഷ്ണനില്ലാത്ത ദ്വാരക അമാവാസി രാത്രിയിലെ ആകാശം പോലെ പ്രകാശരഹിതവും ശൂന്യവുമാണെന്ന് സത്രാജിത്തിന് അനുഭവപ്പെട്ടു. കൃഷ്ണനെ കണ്ടപ്പോൾ സത്രാജിത്ത് ആമോദത്തോടെ എഴുന്നേറ്റ് സ്വീകരിച്ചു. കൃഷ്ണൻ മടിയിൽ സൂക്ഷിച്ച സ്യമന്തകരത്നം സത്രാജിത്തിന്റെ കയ്യിൽ കൊടുത്തു. ഇപ്പോഴെങ്കിലും പ്രസേനനെ കൊന്നതും രത്നം അപഹരിച്ചതും ഞാനല്ലെന്ന് അങ്ങേക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നുവല്ലോ. ആൾക്കരടിയോട് ദ്വന്ദ്വയുദ്ധം ചെയ്ത് 27 ദിവസം ഞാൻ ഗുഹയുടെ ഉള്ളിൽ തന്നെയായിരുന്നു. ഞാൻ മരിച്ചു പോയിരിക്കുമെന്ന് ശതധന്വാവും മറ്റും കരുതിയിട്ടുണ്ടാവും. ഞാൻ ഗുഹയുടെ പുറത്ത് വന്നപ്പോൾ ആരെയും കണ്ടില്ല. ആ ആൾക്കരടി പുരാണപ്രസിദ്ധനും ലോകത്തിൽ വെച്ച് ഏറ്റവും അധികം പ്രായം കൂടിയവനുമായ ജാമ്പവാനായിരുന്നു. അദ്ദേഹത്തിന്റെ മകൾ ജാമ്പവതിയാണ് ഈ പെൺകുട്ടി. ജാമ്പവാന്റെ അപേക്ഷപ്രകാരം ഞാൻ ഇവളെ പാണിഗ്രഹണം ചെയ്തു. ഏതായാലും അങ്ങയ്ക്ക് രത്നം തിരിച്ചു കിട്ടി. എന്നെ പറ്റിയുള്ള തെറ്റിദ്ധാരണയും നീങ്ങി. ഇനി ഞാൻ പോകട്ടെ. അച്ഛനും അമ്മയും മുത്തച്ഛനും ജ്യേഷ്ഠനും രുക്മിണിയും പ്രദ്യുമ്നനും മറ്റും എന്നെ കാണാതെ സങ്കടപ്പെട്ടിരിക്കാവും. ഞാൻ പോയി അവരെ ആശ്വസിപ്പിക്കട്ടെ. സത്രാജിത്ത് കൃഷ്ണന്റെ കൈ പിടിച്ചു നിർത്തി. വാസുദേവ കൃഷ്ണ, നിൽക്കൂ. ഞാൻ അങ്ങയോട് ചെയ്ത അപരാധത്തിന് പരിഹാരം കാണണം എന്നുണ്ടെനിക്ക്. എൻ്റെ മകൾ സത്യഭാമ മഹാലക്ഷ്മിയെപ്പോലെ സുന്ദരിയും സുശീലയുമാണ്. കുട്ടിക്കാലം മുതൽക്കേ അവൾക്ക് അങ്ങ് ഭർത്താവായി വരണമെന്നായിരുന്നു ആഗ്രഹം. അവളെ പ്രസവിച്ച ഉടനെ അവളുടെ അമ്മ പ്രഭാവതി മരിച്ചുപോയി. പ്രഭാവതിയുടെ ജ്യേഷ്ഠന്റെ മകനാണ് ശതധന്വാവ്. അവന് സത്യഭാമയോട് വളരെ അനുരാഗമുണ്ട്. എന്നാൽ സത്യഭാമയ്ക്ക് അവനോട് തീരെ പ്രിയമില്ല. അവളുടെ മനസ്സിൽ അങ്ങാണെന്നറിയാമായിരുന്നിട്ടും അങ്ങയോടുള്ള വിദ്വേഷം നിമിത്തം കണ്ണും മൂക്കും ചെവിയും ഇല്ലാതായ ഞാൻ അവളെ ശതധന്വാവിന് കൊടുക്കാമെന്ന് വാക്കു പറഞ്ഞുപോയി. അത് സാരമില്ല. നന്മയ്ക്കുള്ളതല്ലെങ്കിൽ വാക്കു തെറ്റിക്കുന്നതിൽ വിരോധമില്ല. അങ്ങ് എൻ്റെ പ്രാർത്ഥന കൈക്കൊണ്ട് സത്യഭാമയെ സ്വീകരിക്കുമോ? ഞാൻ അങ്ങയോട് ചെയ്ത അപരാധത്തിന് ഇത് പ്രായശ്ചിത്തമാവട്ടെ. സത്യഭാമ ഭൂമിദേവിയുടെ അവതാരമാണെന്ന് പ്രഭാവതി ഗർഭിണിയായിരിക്കുമ്പോൾ സ്വപ്നം കണ്ടതായി എന്നോട് പറയുണ്ടായിട്ടുണ്ട്. ലക്ഷ്മി ദേവിയുടെ അവതാരമായ രുക്മിണിയും ഭൂമിദേവിയുടെ അവതാരമായ സത്യഭാമയും അങ്ങേക്ക് യോജിച്ച പത്നിമാരാണല്ലോ. കൃഷ്ണൻ സസന്തോഷം സത്രാജിത്തിന്റെ അപേക്ഷ സ്വീകരിച്ചു. അപ്പോൾ തന്നെ സത്യഭാമയെ പാണിഗ്രഹണം ചെയ്തു. വരദക്ഷിണയായി സത്രാജിത്ത് നൽകിയ സ്യമന്തകരത്നം കൃഷ്ണൻ സ്വീകരിച്ചില്ല. ഇത് അങ്ങയുടെ കൈവശം തന്നെ ഇരിക്കട്ടെ, എനിക്കിപ്പോൾ ഇത് വേണ്ട എന്ന് പറഞ്ഞ് സത്രാജിത്തിന് തിരികെ കൊടുത്തു. ജാമ്പവതിയെയും സത്യഭാമയെയും 2 ഭാഗത്തും കൈപിടിച്ചു നടത്തി രാജധാനിയിലേക്ക് പോയി. മരിച്ചുപോയെന്ന് കരുതിയിരുന്ന കൃഷ്ണനെ കണ്ട് എല്ലാവരും ദുഃഖം വെടിഞ്ഞ് സന്തുഷ്ടരായി. കൃഷ്ണൻ പത്നിമാരോടൊപ്പം ആഹ്ലാദത്തോടെ ദിവസങ്ങൾ കഴിച്ചു. അതിനിടയിൽ ഒരു ദിവസം നാരദമുനി ദ്വാരകയിൽ വന്നു. അദ്ദേഹം കൃഷ്ണനോട് പറഞ്ഞു, അങ്ങ് വിവരങ്ങൾ ധരിച്ചുവോ എന്ന് അറിയുന്നില്ല. അങ്ങയുടെ അച്ഛന്റെ അനുജത്തിയായ കുന്തിദേവി തന്റെയും സപത്നിയായ മാദ്രിയുടെയും മക്കളായ യുധിഷ്ഠിരൻ, ഭീമസേനൻ, അർജുനൻ, നകുലൻ, സഹദേവൻ എന്നിവരോടൊപ്പം കാട്ടിൽ നിന്ന് ഹസ്തിനപുരിയിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു ശാപവശാൽ സ്ത്രീകളെ തൊടാൻ പാടില്ലാതെ സങ്കടപ്പെട്ട് പാണ്ഡു കാട്ടിലേക്ക് പോയതായിരുന്നുവെന്ന് അങ്ങേക്ക് അറിയാലോ. പത്നിമാരും അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. പാണ്ഡുവിന്റെ നിർദ്ദേശപ്രകാരം ധർമ്മരാജാവ്, വായുഭഗവാൻ, ദേവേന്ദ്രൻ, അശ്വിനി ദേവന്മാർ എന്നിവരിൽ നിന്ന് ക്ഷേത്രജ്ഞസുതന്മാരെ കുന്തിയും മാദ്രിയും ഗർഭം ധരിച്ച് പ്രസവിച്ചിരുന്നു. അവരാണ് ഈ പഞ്ചപാണ്ഡവന്മാർ. കാട്ടിൽ വെച്ച് ഒരിക്കൽ മാദ്രിയെ കണ്ട് കാമാതുരനായി തീർന്ന് പാണ്ഡു മാദ്രിയെ ആശ്ലേഷിക്കുകയും ഉടൻ മരിച്ചു വീഴുകയും ചെയ്തു. മാദ്രി ഭർത്താവിന്റെ ചിതയിൽ ചാടി സതി അനുഷ്ഠിച്ചു. വിധവയും അനാഥയുമായി തീർന്ന കുന്തി പിഞ്ചുമക്കളെയും കൂട്ടി ഹസ്തിനപുരിയിലേക്ക് മടങ്ങി. എന്നാൽ അത്രയും കാലം തങ്ങളുടെ സ്വന്തമെന്ന് കരുതിയിരുന്ന രാജ്യം പാണ്ഡവന്മാരുമായി പങ്കിടാൻ ധൃതരാഷ്ട്രനും മകൻ ദുര്യോധനനും മനസ്സ് വന്നില്ല. പങ്കിടുക മാത്രമല്ല ചെയ്യേണ്ടതെന്ന് ധൃതരാഷ്ട്രന്റെ മറ്റൊരനുജനും ധർമ്മിഷ്ഠനുമായ വിതുരർ ഉപദേശിച്ചു. യുധിഷ്ഠിരനാണ് കുരുവംശത്തിലെ മൂത്ത സന്തതി. അതിനാൽ യുധിഷ്ഠിരനാണ് രാജ്യത്തിന്റെ ചക്രവർത്തി. എന്നാൽ സ്വാഭാവികമായും ധൃതരാഷ്ട്രരും ദുര്യോധനനും അത് ഇഷ്ടമായില്ല. ദുര്യോധനന്റെ സമപ്രായക്കാരനാണ് ഭീമസേനൻ. അവർ തമ്മിൽ എപ്പോഴും ശണ്ടയാണ്. ദുര്യോധനൻ ഭീമസേനന് മധുരപലഹാരത്തിൽ വിഷം ചേർത്തു കൊടുത്തു. ഭക്ഷണപ്രിയനായ ഭീമസേനൻ വിഷം കലർന്ന മധുരപലഹാരം ധാരാളമായി കഴിച്ചു. ബോധം കെട്ട ഭീമസേനനെ മറ്റുള്ളവരറിയാതെ ദുര്യോധനൻ ഗംഗാനദിയിൽ താഴ്ത്തി. എന്നാൽ ദുര്യോധനന്റെ വധശ്രമം ഫലിച്ചില്ല.
ഭീമസേനനെ നാഗരാജാവായ വാസുകി രക്ഷിച്ചു. വാസുകി കൊണ്ടുകൊടുത്ത അമൃതകുടം ഭീമസേനൻ കുടിച്ചൊഴിച്ചു. 10,000 ആനകളുടെ ശക്തിയും ഭീമസേനന് നാഗരാജാവിന്റെ അനുഗ്രഹത്താൽ ലഭിച്ചു. ഭീമസേനൻ കരയിലേക്ക് പൊന്തി വന്നു. പിന്നെ പാണ്ഡവന്മാരെയും അമ്മയെയും കൊല്ലാൻ ധൃതരാഷ്ട്രരും ദുര്യോധനനും ഒരു വഴി കണ്ടുപിടിച്ചു. വാരണാവതം എന്ന നഗരത്തിൽ അരക്കുകൊണ്ട് വലിയൊരു പുര പണി കഴിപ്പിച്ചു. അവിടത്തെ ഗംഭീരമായ ഉത്സവം കാണാൻ പാണ്ഡവന്മാരെ ഉത്സാഹിപ്പിച്ച് അമ്മയോടൊപ്പം അങ്ങോട്ടയച്ചു. ദുര്യോധനന്റെ വിശ്വസ്ത സേവകനായ പുരോചനൻ അരക്കില്ലത്തിലേക്ക് ഇവരെ സ്വാഗതം ചെയ്തു. എന്നാൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ മാളികയ്ക്ക് അരക്കിന്റെ മണമുണ്ടെന്ന് ഭീമസേനൻ കണ്ടുപിടിച്ചു. അതോടെ ഹസ്തിനപുരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ വിതുരർ പറഞ്ഞു തന്ന ചില സൂത്രവാക്യങ്ങളുടെ സാരം യുധിഷ്ഠിരന് മനസ്സിലാവുകയും ചെയ്തു. അവർ 5 പേരും അമ്മയും രക്ഷപ്പെടാനുള്ള വഴി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിതുരർ പറഞ്ഞയച്ച ഒരു കല്ലാശാരി അവിടെ വന്നെത്തി. ഭൂമിക്കടിയിലൂടെ മാളികയുടെ പുറത്തേക്ക് കാട്ടിലേക്ക് കടക്കാൻ കഴിയുന്ന ഒരു തുരങ്കം അതിവേഗം പണി തീർത്തുകൊടുത്ത് അയാൾ ഹസ്തിനപുരിയിലേക്ക് മടങ്ങിപ്പോയി. അന്ന് രാത്രിയിൽ തന്നെ തുരങ്കം വഴി അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് പാണ്ഡവന്മാരും അമ്മയും നിശ്ചയിച്ചു. അന്ന് ഉച്ചതിരിഞ്ഞ് അവിടെ നാടോടിക്കൂട്ടത്തിൽപ്പെട്ട ഒരു കുറത്തിയും 5 മക്കളും വന്നു. അവർക്ക് മതിയാവോളം ചോറും കറികളും കുന്തി വിളമ്പിക്കൊടുത്തു. ആ കുടുംബം വളരെ കാലമായി വയർ നിറയെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വയർ നിറഞ്ഞപ്പോൾ അവർ എല്ലാം മറന്ന് പിൻവശത്തെ ഇറയത്ത് കിടന്നുറങ്ങി. ഭീമസേനൻ ധാരാളം മദ്യം വാങ്ങി സൽക്കരിച്ച് കുടിപ്പിച്ച് പുരോചനനെ ബോധമില്ലാത്തവനാക്കി. മുൻവശത്തെ വരാന്തയിൽ കിടന്ന് അവനും ഉറക്കമായി. ആ തക്കം നോക്കി പാണ്ഡവന്മാരും കുന്തിയും തുരങ്കം വഴി മാളികയുടെ പുറത്തു കടന്നു. പോകും മുൻപ് പുര തീ വെച്ചു കളയാൻ ഭീമസേനൻ മറന്നില്ല. അഗ്നിതൊട്ടത്തോടെ അരക്കില്ലം ക്ഷണസമയത്തിനുള്ളിൽ പൊടി ഭസ്മമായി. പുരോചനൻ മാത്രമല്ല, പാവപ്പെട്ട നാടോടിക്കുറത്തിയും 5 മക്കളും തീയിൽപ്പെട്ടു മരിച്ചു. പാണ്ഡവന്മാരും കുന്തിദേവിയും മരിച്ചുവെന്ന് ഹസ്തിനപുരിയിൽ വിതുരർ ഒഴിച്ച് എല്ലാവരും വിശ്വസിക്കുന്നു. പക്ഷേ പാണ്ഡവന്മാരും അമ്മയും എവിടെയാണെന്ന് വിതുരർക്കും അറിഞ്ഞൂടാ. അച്ഛൻ പെങ്ങളുടെയും മക്കളുടെയും ദുരവസ്ഥയും ധൃതരാഷ്ട്രരുടെയും ദുര്യോധനന്റെയും ദുഷ്ചേഷ്ടതകളും കേട്ടറിഞ്ഞ് കൃഷ്ണനും രാമനും വിവരമന്വേഷിക്കാൻ ഹസ്തിനപുരിയിലേക്ക് പോയി. ധൃതരാഷ്ട്രർ കരച്ചിലഭിനയിച്ചു. എന്തു ചെയ്യാൻ കൃഷ്ണ, രാമ, അഗ്നിദാഹത്തിൽപ്പെട്ട് ചെറുപ്പത്തിൽ തന്നെ മരിക്കാനാണ് എന്റെ പ്രിയപ്പെട്ട അനുജൻ പാണ്ഡുവിന്റെ മക്കൾക്ക് യോഗം. കൂട്ടത്തിൽ നിർമ്മലയും ഭക്തയും ദുഃഖിതയെങ്കിലും കാര്യശേഷിയുള്ളവളുമായ കുന്തിദേവിയും മരിച്ചുപോയി. ദുര്യോധനൻ ഇവിടെ നിന്ന് വിശ്വസ്തനായ ഭൃത്യൻ പുരോചനനെ അവരുടെ സഹായത്തിന് അയച്ചു കൊടുത്തിരുന്നു. അവനും തീയിൽപ്പെട്ട് മരിച്ചുപോയി. ഓരോരുത്തരുടെയും യോഗമെന്നല്ലാതെ എന്ത് പറയാൻ? ദുര്യോധനനും ദുഃഖം അഭിനയിച്ചു. കഷ്ടായിപ്പോയി. ഭീമസേനൻ എന്റെ സമപ്രായക്കാരനായിരുന്നു. ഞങ്ങൾ എത്ര അടുത്ത കൂട്ടുകാരായിരുന്നുവെന്നോ. ജ്യേഷ്ഠനും ധർമാജ്ഞനുമായ യുധിഷ്ഠിരൻ ധർമ്മനിഷ്ഠയോടെ രാജ്യം ഭരിക്കാൻ കഴിവുള്ളവനായിരുന്നു. അദ്ദേഹത്തെ ചക്രവർത്തിയായി പട്ടാഭിഷേകം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ ചെയ്യുകയായിരുന്നു ഞങ്ങൾ. വില്ലാളി വീരനും യോഗ്യനുമായ അർജുനനും സുന്ദരനായ നകുലനും വിവേകശാലിയായ സഹദേവനും എനിക്ക് എന്റെ അനുജന്മാരായ ദുശാസനൻ, ദുർമർഷനൻ, ദുരാദർശൻ മുതലായ 99 പേരേക്കാൾ പ്രിയപ്പെട്ടവരായിരുന്നു. ചെറിയമ്മയായ കുന്തിദേവി എൻ്റെ അമ്മയുടെ ഉറ്റ കൂട്ടുകാരിയായിരുന്നു. എൻ്റെ അമ്മയും ചെറിയമ്മയും തമ്മിൽ യാതൊരു വ്യത്യാസവും എനിക്കുണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞിട്ട് എന്താണ്? എല്ലാവരും മരിച്ചു പോയില്ലേ? പുരോചനൻ മരിച്ചത് കഷ്ടമായെങ്കിലും അതിലെനിക്കത്ര ദുഃഖമില്ല. അവനെ പോലെ വിശ്വസ്തന്മാരായ ഭൃത്യന്മാരെ ഇനിയും കിട്ടും. പക്ഷെ സഹോദരന്മാരെയും അമ്മയെയും ഒരിക്കലും തിരികെ കിട്ടില്ലല്ലോ. ധൃതരാഷ്ട്രരുടെയും ദുര്യോധനന്റെയും ശോകാഭിനയം കപടമാണെന്ന് കൃഷ്ണന് മനസ്സിലായി. സതീരത്നമായ ഗാന്ധാരി ഭർത്താവ് അന്ധനാണെന്നറിഞ്ഞതു മുതൽ കണ്ണുകളിൽ കറുത്ത ശീല കെട്ടി സ്വയം അന്ധയായി തീർന്നതായിരുന്നു. അവരുടെ ദുഃഖം മാത്രം അവ്യാജ്യമാണെന്ന് കൃഷ്ണൻ അറിഞ്ഞു. ധൃതരാഷ്ട്രരുടെ മറ്റൊരനുജനായ വിതുരർ മാത്രം കരച്ചിൽ അഭിനയിച്ചതേയില്ല. വിവേകിയും ബന്ധുസ്നേഹിയുമായ അദ്ദേഹം എല്ലാവരുടെയും കരച്ചിലും പറച്ചിലും കേട്ട് തലകുനിച്ച് മിണ്ടാതിരുന്നതേ ഉള്ളൂ. അദ്ദേഹം കൃഷ്ണനോട് രഹസ്യമായി പറഞ്ഞു, പാണ്ഡവന്മാരും കുന്തിദേവിയും മരിച്ചിട്ടില്ല. അവർ രക്ഷപ്പെട്ടിരിക്കുന്നു. എവിടെയാണെന്നറിയാൻ കഴിഞ്ഞിട്ടില്ല. പതുക്കെ കണ്ടറിയും. യുധിഷ്ഠിരന്റെ ധർമ്മശീലവും ഭീമസേനന്റെ ദേഹബലവും അർജുനന്റെ വീര്യവും ഒളിച്ചുവെക്കാവുന്നതല്ല. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ അതൊക്കെ പുറത്തുവരും. കൃഷ്ണനും അക്കാര്യത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. കൃഷ്ണനും രാമനും ഹസ്തിനപുരിയിലായിരിക്കുന്ന കാലത്ത് ദ്വാരകയിൽ പല അനിഷ്ട സംഭവങ്ങളും നടന്നു. തനിക്ക് വേണ്ടി വാക്കു പറഞ്ഞുവെച്ച സത്യഭാമയെ സത്രാജിത്ത് വസുദേവകൃഷ്ണന് വിവാഹം കഴിച്ചു കൊടുത്തതിൽ ശതധന്വാവിന് അമർഷമുണ്ടായി. അയാൾ പകരം വീട്ടുന്നതിനെക്കുറിച്ച് അക്രൂരനോടും കൃതവർമാവിനോടും ആലോചിച്ചു. കൃഷ്ണൻ ദ്വാരകയിൽ ഇല്ലാത്ത സമയത്താണെങ്കിൽ പ്രതികാരത്തിന് എളുപ്പമുണ്ടെന്നും ഇപ്പോൾ തന്നെ സത്രാജിത്തിനെ വധിച്ച് രത്നം കൈവശപ്പെടുത്തണമെന്നും അക്രൂരനും കൃതവർമാവും കൂടി ശതധന്വാവിനെ ഉപദേശിച്ചു. ഭക്തവര്യനായ അക്രൂരന് ഇത്തരത്തിൽ ഒരു ദുർബുദ്ധി തോന്നിയത് എങ്ങനെയാണെന്ന് കേൾക്കുന്നവർക്കൊക്കെ സംശയം തോന്നാനിടയുണ്ട്. താൻ പരമഭക്തനാണെന്നും കൃഷ്ണൻ തന്റെ ഉറ്റ സുഹൃത്താണെന്നും പഞ്ചേന്ദ്രിയങ്ങളെയും ജയിച്ചവനാണ് താനെന്നും അക്രൂരന് ചെറിയൊരു അഹങ്കാരമുണ്ടായിരുന്നു. ഭക്തന്മാരുടെ അഹങ്കാരം ഭഗവാൻ പൊറുക്കയില്ല. അഹങ്കാരം തീർത്തേ ഭഗവാൻ അടങ്ങൂ. അക്കാരണത്താലാണ് സ്വതവേ ഗുണസമ്പന്നനായ അക്രൂരന് ഇങ്ങനെയൊരു കുബുദ്ധി തോന്നിയത്. അക്രൂരന്റെ ഉപദേശമനുസരിച്ച് ശതധന്വാവ് സത്രാജിത്തിനെ കൊണ്ട് സ്യമന്തകം അപഹരിച്ചു.
രത്നം തന്റെ കയ്യിൽ സൂക്ഷിക്കാൻ ഭയമുണ്ടായിരുന്നതിനാൽ അയാൾ രഹസ്യമായി രത്നം അക്രൂരനെ ഏൽപ്പിച്ചു. രത്നം തന്റെ പക്കലുണ്ടെന്ന് കൃഷ്ണൻ ഒരിക്കലും അറിയാനിടവരരുതെന്ന് അക്രൂരൻ ശതധന്വാവിനെ പറഞ്ഞേൽപ്പിച്ച് സത്യം ചെയ്യിപ്പിച്ചു. ഗൂഢാലോചനയിൽ പങ്കാളിയായിരുന്ന കൃതവർമാവിനെ പോലും ശതധന്വാവോ അക്രൂരനോ ഇക്കാര്യം അറിയിച്ചിരുന്നില്ല. സ്യമന്തകരത്നം പൊയ്പോയതിനേക്കാൾ ദുഃഖം തന്റെ അച്ഛന്റെ വിയോഗത്തിൽ സത്യഭാമയ്ക്കുണ്ടായി. അവൾ കരഞ്ഞു കരഞ്ഞു തളർന്നു. പിന്നെ രുക്മിണിയുടെ ഉപദേശമനുസരിച്ച് ഒരു തേരും വിശ്വസ്തനായ തേരാളിയെയും വരുത്തി നേരെ ഹസ്തിനപുരിയിലേക്ക് പോയി ഭർത്താവിനെ കണ്ട് സങ്കടമറിയിച്ചു. കൃഷ്ണൻ കുപിതനായി രാമനെയും കൂട്ടി മറ്റൊരു തേരിൽ ദ്വാരകയിലേക്ക് മടങ്ങി. ദ്വാരകയിലെത്തും മുൻപ് കൃഷ്ണൻ വരുന്നുണ്ടെന്നറിഞ്ഞ് ഭയപ്പെട്ട് ശതധന്വാവ് വളരെ വേഗത്തിൽ 100 യോജന ദൂരം ഓടാൻ കഴിയുന്ന വിശിഷ്ടമായ ഒരു സിന്ധിക്കുതിരയുടെ പുറത്തു കയറി ഓടിച്ചുപോയി. ശതധന്വാവ് പോകുന്നത് കണ്ട് കൃഷ്ണൻ അയാളുടെ പിന്നാലെ അതിവേഗം തേരോടിക്കാൻ ദാരുകനോട് കൽപ്പിച്ചു. തേര് ഏകദേശം ശതധന്വാവിന്റെ അടുത്തെത്താറായപ്പോഴേക്കും 100 യോജന ദൂരം ഓടിക്കഴിഞ്ഞ ശതധന്വാവിന്റെ കുതിര ക്ഷീണിച്ച് ചത്തുവീണു. ശതധന്വാവ് കുതിരപ്പുറത്ത് നിന്ന് വീണുവെങ്കിലും ഉടൻ പിടഞ്ഞെഴുന്നേറ്റ് ഓടിത്തുടങ്ങി. കൃഷ്ണനും തേരിൽ നിന്നിറങ്ങി അയാളുടെ ഒപ്പമെത്തി പിടികൂടി അയാളെ കൊന്ന് ദേഹത്തിലും വസ്ത്രങ്ങളുടെ ഇടയിലുമെല്ലാം തിരഞ്ഞു നോക്കിയെങ്കിലും രത്നം കിട്ടിയില്ല. ശതധന്വാവിനെ കൃഷ്ണൻ കൊന്നത് മിഥിലാനഗരത്തിന്റെ ഗോപുരദ്വാരത്തിനടുത്ത് വെച്ചായിരുന്നു. മധുരാപുരിയിലെ കൃഷ്ണനും രാമനും പടിക്കലൊരു തേരിൽ വന്നിറങ്ങിയിട്ടുണ്ടെന്ന് ഗോപുരം കാവൽക്കാർ മിഥിലാ രാജാവായ വിദേഹനെ അറിയിച്ചു. വിദേഹൻ അതുകേട്ട് ഓടിവന്ന് രണ്ടുപേരെയും സ്വീകരിച്ച് സൽക്കരിച്ചു. ശതധന്വാവിന്റെ കയ്യിൽ രത്നമില്ലാതിരുന്നതുകൊണ്ട് അയാളെ കൊന്നത് തെറ്റായിപ്പോയെന്ന് കരുതി കൃഷ്ണൻ വിഷാദിച്ചു. ഇതെല്ലാം കൃഷ്ണന്റെ സൂത്രപ്പണികളാണെന്നും ശതധന്വാവിന്റെ പക്കൽ നിന്ന് കൃഷ്ണന് സ്യമന്തകരത്നം കിട്ടിയിട്ടുണ്ടെന്നും കൊലയെ ന്യായീകരിക്കാൻ കൃഷ്ണൻ കളവ് പറയാണെന്നും ബലഭദ്രൻ ശങ്കിച്ചു. കൃഷ്ണനെ സംശയിക്കുന്നത് ഉചിതമല്ലെങ്കിലും ബാല്യം മുതൽ പറയുകയും കാണിക്കുകയും ചെയ്തിട്ടുള്ള വ്യാജവൃത്തികൾ അറിയാവുന്ന ബലരാമൻ കപടഗോപാലനായ കൃഷ്ണനെ പൂർണ്ണമായും വിശ്വസിച്ചില്ല. തൽക്കാലം കൃഷ്ണനോട് തോന്നിയ ഈർഷ്യ കാരണം അദ്ദേഹം മിഥിലാ രാജാവിന്റെ ക്ഷണം സ്വീകരിച്ച് കുറച്ചുകാലം മിഥിലയിൽ താമസിക്കാമെന്ന് നിശ്ചയിച്ചു. കൃഷ്ണൻ വിദേഹരാജാവിന്റെ ക്ഷണം സ്വീകരിക്കാതെ നന്ദി പറഞ്ഞ് ദ്വാരകയിലേക്ക് മടങ്ങി. ദ്വാരകയിലെത്തിയ കൃഷ്ണൻ ഉദ്ധവനോടും സാത്വികയോടും മറ്റ് സുഹൃത്തുക്കളോടും അവസാനം കൃതവർമാവിനോടും സത്രാജിത്തിന്റെ കൊലപാതകത്തെയും സ്യമന്തകത്തെയും കുറിച്ച് അന്വേഷിച്ചു. ആർക്കും അതിനെക്കുറിച്ച് ഒന്നും നിശ്ചയമുണ്ടായിരുന്നില്ല. കുറേയേറെ ചോദിച്ചപ്പോൾ കൃതവർമാവ് സത്രാജിത്തിനെ കൊന്ന് രത്നം അപഹരിച്ചത് ശതധന്വാവാണെന്നും എന്നാൽ രത്നം എവിടെയാണെന്ന് തനിക്ക് അറിഞ്ഞൂടെന്നും സമ്മതിച്ചു. അത് സത്യമാണെന്ന് കൃഷ്ണന് തോന്നി. ബലദേവൻ മിഥിലയിലുണ്ടെന്നറിഞ്ഞ് ദുര്യോധനൻ അദ്ദേഹത്തെ കാണാൻ ചെന്നു. ഗദായുധത്തിൽ അദ്വിതീയനായിരുന്ന ബലഭദ്രനെ ഗുരുവായി വരിക്കാനാണ് രന്ധ്രാന്വേഷിയായ ദുര്യോധനൻ വന്നത്. ഭീമസേനനെ ദ്രോണാചാര്യർ തന്നെ ഗദായുധത്തിൽ നിസ്തുലനാക്കിയിട്ടുണ്ടെന്നും തനിക്ക് ആചാര്യൻ ഗദായുധത്തിലെ അടവുകൾ മുഴുവനും എത്ര ചോദിച്ചിട്ടും പറഞ്ഞു തരികയുണ്ടായിട്ടില്ലെന്നും ദുര്യോധനന് മനസ്സിൽ അമർഷമുണ്ടായിരുന്നു. അത് തീർക്കാനാണ് അയാൾ ബലഭദ്രനെ ആശ്രയിച്ചത്. ബലരാമൻ സന്തോഷത്തോടെ ദുര്യോധനനെ പഠിപ്പിച്ചു തുടങ്ങി. ബുദ്ധിശാലിയും ശക്തനും വീരനുമായ ദുര്യോധനൻ വളരെ എളുപ്പത്തിൽ ഗദായുധത്തിലെ സകല അടവുകളും പഠിച്ചു. ആരു തന്നെ വന്നാലും തന്നെ തോൽപ്പിക്കാൻ കഴിയയില്ലെന്ന് ദുര്യോധനന് തോന്നി. ബലഭദ്രൻ അയാളുടെ വിചാരണ ശരിവെക്കുകയും ചെയ്തു. 3 മാസങ്ങൾക്കു ശേഷം ബലഭദ്രൻ ദ്വാരകയിലേക്ക് മടങ്ങി. ശതധന്വാവ് ആരുടെ കയ്യിലായിരിക്കും സ്യമന്തകം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടാവുക എന്ന് കൃഷ്ണന് ഏറെ ആലോചിക്കേണ്ടി വന്നില്ല. അക്രൂരൻ ഒന്നിനു പിന്നാലെ ഒന്നായി ധാരാളമായി ദക്ഷിണ കൊടുക്കേണ്ടതുള്ള യാഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായി കൃഷ്ണൻ അറിഞ്ഞു. ഇത്രയേറെ ദക്ഷിണ വേണ്ടുന്ന യാഗങ്ങൾ ചെയ്യാനുള്ള ധനസ്ഥിതി അക്രൂരനില്ല. യാഗദീക്ഷയെടുത്തിരിക്കുന്ന അയാളെ ഈശ്വരന്മാർക്ക് പോലും കൊല്ലാൻ പാടില്ല. കൃഷ്ണൻ സത്യം അറിഞ്ഞു വന്ന് തന്നെ കൊന്നാലോ എന്ന് ഭയപ്പെട്ടാണ് അക്രൂരൻ തുടരെ യാഗങ്ങൾ ചെയ്യുന്നതെന്നും യാഗങ്ങൾക്കു വേണ്ട ധനപുഷ്ടി സ്യമന്തക പൂജയിൽ നിന്നാണ് ലഭിക്കുന്നതെന്നും കൃഷ്ണൻ ഊഹിച്ചു. ബലരാമൻ ദ്വാരകയിലെത്തി. 2 ദിവസം കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ ഒരു യാദവസഭ വിളിച്ചുകൂട്ടി. എല്ലാ യാദവന്മാരും സന്നിഹിതന്മാരാവണമെന്ന് കരുതി എല്ലാവർക്കും വെവ്വേറെ ക്ഷണകത്തുകൾ എഴുതി ദൂതൻ വശം എത്തിച്ചിരുന്നു. കൃതവർമാവും ഭയപ്പാടോടെയാണെങ്കിലും അക്രൂരനും സഭയിൽ ഹാജരായി. സഭ നിറഞ്ഞപ്പോൾ കൃഷ്ണൻ എഴുന്നേറ്റ് നിന്ന് അവരെ സംബോധന ചെയ്ത് പ്രഭാഷണം ആരംഭിച്ചു. ജ്യേഷ്ഠനും ഞാനും അച്ഛൻ പെങ്ങളുടെയും മക്കളും അഗ്നിദാഹത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഹസ്തനപുരിയിലേക്ക് പോയ അവസരത്തിൽ ശതധന്വാവ് എന്റെ ശാശ്വരനായ സത്രാജിത്തിനെ കൊന്ന് സ്യമന്തകരത്നം തട്ടിയെടുത്തു. കൃതവർമാവും അക്രൂരനും പ്രേരിപ്പിച്ചിട്ടാണ് ശതധന്വാവ് ഈ ക്രൂരകൃത്യം ചെയ്തതെന്ന് കൃതവർമാവ് എന്നോട് തെറ്റുപറഞ്ഞിട്ടുണ്ട്. ഭക്തനും ശമതമങ്ങളുമുള്ളവനായ അക്രൂരൻ ഇത്തരമൊരു ദുഷ്കർമ്മത്തിന് പ്രേരണ നൽകുമെന്ന് എനിക്ക് ആദ്യം വിശ്വസിക്കാനായില്ല. ശതധന്വാവിന്റെ ദേഹത്തിലോ വസ്ത്രങ്ങളിലോ സ്യമന്തകമില്ലെന്ന് അയാൾ മരിച്ചു വീണ ശേഷം ഞാൻ പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലായി. കൃതവർമാവിനും രത്നത്തെക്കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ. പിന്നെയുള്ളത് അക്രൂരനാണ്. അക്രൂരൻ ഇടവിടാതെ ഭൂരി ദക്ഷിണയോടുകൂടിയ യാഗങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു യാഗം അവസാനിച്ചാൽ അന്നു തന്നെ അടുത്ത യാഗത്തിനുള്ള ദീക്ഷ എടുക്കായി. ഇത്രയേറെ ദക്ഷിണയും മറ്റും ചെലവുകളുള്ള യാഗങ്ങൾ ചെയ്യാൻ തക്ക സാമ്പത്തിക സ്ഥിതി അക്രൂരനില്ലെന്ന് എനിക്കറിയാം. പിന്നെ അക്രൂരന് ഈ ധനമെല്ലാം എവിടെ നിന്ന് കിട്ടുന്നു? ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, കൃതവർമാവിനെ പോലും അറിയിക്കാതെ ശതധന്വാവ് അക്രൂരന്റെ കയ്യിൽ രത്നം കൊടുത്തേൽപ്പിച്ചിരിക്കുന്നതാണെന്ന്.
രത്നത്തിന് നിത്യപൂജ ചെയ്ത് കിട്ടുന്ന ധനമാണ് അക്രൂരൻ യാഗങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. എന്തേ, ഞാൻ പറഞ്ഞത് സത്യല്ലേ അക്രൂര യാദവ? ഈ രത്നം കാരണം ജ്യേഷ്ഠനും കൂടി എന്നെ സംശയിക്കുകയാണ്. എനിക്കതിൽ അളവറ്റ ദുഃഖമുണ്ട്. അക്രൂര യാദവ, അങ്ങൊരു കാര്യം ചെയ്യൂ. ആ രത്നം എല്ലാവർക്കും കാണത്തക്ക വിധത്തിൽ പുറത്തെടുത്ത് വെക്കൂ. എല്ലാവരുടെയും സംശയവും തെറ്റിദ്ധാരണയും മാറട്ടെ. അക്രൂരൻ ഒന്നും മിണ്ടാതെ കൃതവർമാവിനെയും കൂട്ടി സ്വഗൃഹത്തിലേക്ക് പോയി. കൃഷ്ണൻ സാത്യകിയെ അവനോടൊപ്പം അയച്ചു. ഒരു വ്യാജം പ്രവർത്തിച്ച് അക്രൂരൻ രണ്ടാമതും വ്യാജം ചെയ്യുകയില്ലെന്ന് കൃഷ്ണന് വിശ്വാസം ഉണ്ടായിരുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞ് അക്രൂരനും കൃതവർമാവും സാത്യകിയും തിരിച്ചെത്തി. സാത്യകി എല്ലാരോടുമായി പറഞ്ഞു, വാസുദേവകൃഷ്ണൻ ഊഹിച്ചത് ശരിയായിരുന്നു. അക്രൂരൻ തന്റെ പരിശുദ്ധമായ പൂജാമുറിയിൽ വെച്ച് സ്യമന്തകരത്നത്തെ യഥാവിധി പൂജിക്കുന്നുണ്ട്. രത്നം അദ്ദേഹത്തിന് ദിവസം തോറും 8 ഭാരം സ്വർണം വീതം കൊടുക്കുന്നതുമുണ്ട്. ഭാര്യയോ കുട്ടികളോ പ്രാരാബ്ധങ്ങളോ ഇല്ലാത്ത അക്രൂരൻ ആ ധനം മുഴുവൻ യാഗങ്ങൾക്കാണ് ചെലവഴിക്കുന്നത്. കൃഷ്ണന്റെ അപേക്ഷയനുസരിച്ച് അക്രൂരൻ പട്ടിൽ പൊതിഞ്ഞ് കയ്യിൽ വെച്ചിട്ടുള്ള സ്യമന്തകരത്നം ഉഗ്രസേനന്റെ സിംഹാസനത്തിനു മുൻപിൽ സമർപ്പിച്ചു. പൊതിഞ്ഞ പട്ട് നീക്കിയപ്പോൾ ആ രത്നം സൂര്യശോഭയോടെ തിളങ്ങി. കൃഷ്ണൻ പ്രസന്ന മുഖത്തോടെ എല്ലാരെയും നോക്കി ചിരിച്ചു. കൃഷ്ണനെ സംശയിച്ച് തെറ്റിദ്ധരിച്ചവരെല്ലാം പശ്ചാത്തപിച്ച് തല കുനിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ബലരാമൻ പറഞ്ഞു, കൃഷ്ണ, ഞാൻ ശങ്കിച്ചത് തെറ്റായിരുന്നു. പക്ഷേ അന്നത്തെ ചുറ്റുപാടുകൾ അങ്ങനെയായിരുന്നു. ഇപ്പോൾ എന്റെ സംശയമൊക്കെ തീർന്നു. ഉഗ്രസേന മഹാരാജാവിന്റെ സ്വത്തായ ഈ രത്നത്തിൽ കൃഷ്ണനും എനിക്കും തുല്യ അവകാശമാണുള്ളത്. രത്നം ഒരു മാസം എന്റെ കയ്യിലും അടുത്ത മാസം കൃഷ്ണന്റെ കയ്യിലും ഇരിക്കട്ടെ. അത് കേട്ട് അന്തഃപുര സ്ത്രീകളിരിക്കുന്ന ഭാഗത്തു നിന്ന് സത്യഭാമ എഴുന്നേറ്റ് വന്നു. ദേവരൻ പറഞ്ഞത് നീതിയുക്തമല്ല. എന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് സൂര്യനെ ധ്യാനിച്ചു നേടിയ രത്നമാണത്. ഇത് എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ദേവരനായ ബലഭദ്രനോ എന്റെ പതിയായ കൃഷ്ണനോ മറ്റാർക്കെങ്കിലുമോ ഇതിൽ അവകാശമില്ല. രത്നത്തിന്റെ ഉടമസ്ഥതയെക്കുറിച്ച് തർക്കമുണർന്നപ്പോൾ കൃഷ്ണൻ അതിനൊരു പോംവഴി കണ്ടെത്തി. ജ്യേഷ്ഠന് ഇതിൽ അവകാശമുണ്ടെങ്കിൽ തന്നെയും ജ്യേഷ്ഠൻ ഈ രത്നം കൈവശം വയ്ക്കാൻ അർഹനല്ല. മധുരമദ്യം കഴിച്ച് ഒരു സമയത്തും സുബോധമില്ലാത്ത ആളാണ് ജ്യേഷ്ഠൻ. അങ്ങനെ ഒരാൾക്ക് ഈ ദിവ്യരത്നം കിട്ടിയാൽ അതിന്റെ ഫലം വിപരീതമായിരിക്കും. ഞാനാണെങ്കിൽ പല സ്ത്രീകളെയും സമീപിച്ച് അശുദ്ധമായ ശരീരത്തോട് കൂടിയവനാണ്. എനിക്കും രത്നത്തിനുള്ള അർഹതയില്ല. അച്ഛന്റെ സ്വത്താണെങ്കിലും സ്ത്രീ ആയതിനാൽ സത്യഭാമയ്ക്ക് പല അശുദ്ധികളും എപ്പോഴും ബാധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിനാൽ സത്യഭാമയും ഈ രത്നം തൊടാൻ അർഹയല്ല. അതിനാൽ ഇത് അക്രൂരന്റെ കൈവശം തന്നെ ഇരിക്കട്ടെ. ബ്രഹ്മചര്യ വിശുദ്ധനും അകൽമഷനുമായ അക്രൂരന് സത്രാജിത്തിനെ കൊല്ലാൻ ശതധന്വാവിനെ പ്രേരിപ്പിച്ച പാപം മാത്രമേ ഉള്ളൂ. വളരെയേറെ യാഗങ്ങൾ ചെയ്തിട്ടുള്ളതിനാൽ ആ പാപവും നശിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് ഞാനിത് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ അക്രൂരനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. കൃഷ്ണന്റെ നീതിയുക്തമായ തീരുമാനം സഭയിലുള്ളവരെല്ലാം സശിരകമ്പം സമ്മതിച്ചു. കൃഷ്ണൻ വീണ്ടും രത്നം പട്ടിൽ പൊതിഞ്ഞ് അക്രൂരന്റെ കയ്യിൽ കൊടുത്തു. 26. പാണ്ഡവന്മാരുടെ പ്രയാണവും പാഞ്ചാലി പരിണയവും. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു. അപ്പോഴാണ് പാഞ്ചാല രാജ്യത്തിലെ യജ്ഞസേനൻ എന്ന ദ്രുപദ മഹാരാജാവിന്റെ പുത്രി കൃഷ്ണയുടെ വിവാഹാഘോഷങ്ങൾക്ക് ദ്വാരകയിലേക്കുള്ള ക്ഷണക്കത്തും കൊണ്ട് ദൂതൻ വന്നത്. നീലനീരത ശ്യാമളയും അതിസുന്ദരിയും ശരീരത്തിന് താമരപ്പൂവിന്റെ മണവുമുള്ളവളായിരുന്നു കൃഷ്ണ. യജ്ഞസേനന്റെ യാഗാഗ്നിയിൽ നിന്ന് ജനിച്ച അയോനിജയായ ദ്രൗപദിയെ സാധാരണ രാജാക്കന്മാരാരും വിവാഹം കഴിക്കരുതെന്നും അർജുനന് അവളെ കൊടുക്കണമെന്നും യജ്ഞസേനൻ ആഗ്രഹിച്ചിരുന്നു. അതിന് അത്യപൂർവമായ ഒരു പരീക്ഷ അദ്ദേഹം ഏർപ്പെടുത്തിയിരുന്നു. ഒരു കൃത്രിമ വൃക്ഷത്തിന്മേൽ ഇലകളുടെ ഇടയിൽ മറഞ്ഞിരുന്ന് സദാ വട്ടം തിരിയുന്ന ഒരു ചെറിയ പക്ഷി. മരച്ചുവട്ടിൽ ഒരു കൊച്ചു പൊയ്ക. പൊയ്കയിൽ മരത്തിന്റെ നിഴൽ കാണാം. ആ പ്രതിബിംബം നോക്കി മരത്തിന്മേലിരുന്ന് തിരിയുന്ന പക്ഷിയുടെ ഇടത്തെ കണ്ണിൽ അൻപേതു തർപ്പിക്കണം. അതു ചെയ്യാൻ കഴിയുന്ന ആൾക്കേ ദ്രൗപദിയെ പരിണയിക്കുന്നതിന് അർഹതയുള്ളൂ. ഈ ഉഗ്രപരീക്ഷണത്തിൽ അർജുനനല്ലാതെ മറ്റാരും ജയിക്കയില്ലെന്ന് യജ്ഞസേനന് ഉറപ്പുണ്ടായിരുന്നു. അർജുനനും സഹോദരന്മാരും അമ്മയും വാരണാവതത്തിലെ അരക്കില്ലത്തിൽപ്പെട്ട് വെന്തു മരിച്ചുവെന്ന് ദ്രുപദരാജാവ് കേൾക്കായകയല്ല. പക്ഷേ അദ്ദേഹം അത് പൂർണ്ണമായും വിശ്വസിക്കാൻ സന്നദ്ധനായില്ല. ഈ അസാധാരണമായ പരീക്ഷയെക്കുറിച്ച് കേട്ടറിഞ്ഞ് എവിടെയുണ്ടെങ്കിലും അർജുനനും സഹോദരന്മാരും പാഞ്ചാല രാജ്യത്തിൽ എത്തുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിചാരം. ഏതായാലും എല്ലാ രാജാക്കന്മാർക്കും യജ്ഞസേനൻ ക്ഷണക്കത്തു നൽകി. സ്വയംവരത്തിന്റെ തലേദിവസം അതിനു മുൻപുമായി സകല രാജാക്കന്മാരും ദിവ്യവധുവായ കൃഷ്ണയെ ലഭിക്കാൻ ഭാഗ്യം പരീക്ഷിക്കുന്നതിന് ഒരുങ്ങി വന്നെത്തിയിരുന്നു. ദ്രൗപദിയുടെ ഭർതൃപദം ആഗ്രഹിച്ചിരുന്നില്ലെങ്കിലും കൃഷ്ണനും രാമനും ഉദ്ധവനോടും സാത്യകിയോടും ഒന്നിച്ച് യഥാസമയം വന്നുചേർന്നു. പാണ്ഡവന്മാർ അരക്കില്ലത്തിന് തീവച്ച് തുരങ്കത്തിലൂടെ രക്ഷപ്പെട്ട ശേഷം കാട്ടിലൂടെ സഞ്ചരിക്കുന്നതിനിടയിൽ അല്പമൊന്നു വിശ്രമിക്കാൻ ഒരു മരച്ചുവട്ടിലിരുന്നു. പാണ്ഡവന്മാരെയും അമ്മയെയും കണ്ട് ഹിഡിംബൻ എന്ന രാക്ഷസൻ മനുഷ്യമാംസം തിന്നാൻ കൊതിച്ച് അനുജത്തി ഹിഡിംബിയെ അവരെ കൊന്നുകൊണ്ടുവന്ന് മാംസം പാകം ചെയ്ത് തനിക്ക് വിളമ്പിത്തരണമെന്ന് കൽപ്പിച്ച് അവരുടെ അടുത്തേക്ക് അയച്ചു. ഹിഡിംബി സുന്ദരിയായ മനുഷ്യസ്ത്രീയുടെ രൂപമെടുത്ത് പാണ്ഡവന്മാരെ സമീപിച്ചു.
സഹജമായി തന്നെ രാക്ഷസിമാരുടെ ദുസ്വഭാവങ്ങളൊന്നുമില്ലാത്ത അവൾക്ക് ക്ഷാത്ര തേജസ്സുള്ള അവരെ 5 പേരെയും സത്വഗുണസമ്പന്നയായ കുന്തിദേവിയെയും കൊല്ലാൻ മനസ്സു വന്നില്ല. മാത്രമല്ല, ഭീമസേനന്റെ ബലിഷ്ഠവും ആരോഗ്യപൂർണവും സുദൃഢവുമായ ഗാത്രസൗന്ദര്യവും മുഖത്തെ ഉദ്ധതഭാവവും കണ്ട് അവൾക്ക് അനുരാഗമുളവായി. ജ്യേഷ്ഠൻ തന്നെ എന്തിനാണ് പറഞ്ഞയച്ചതെന്ന് പാണ്ഡവന്മാരോട് വിവരിച്ച ശേഷം അവൾ ഭീമസേനന്റെ മുന്നിൽ ചെന്നുനിന്ന് കൈകൂപ്പി അപേക്ഷിച്ചു. അങ്ങയുടെ മനോഹരമായ രൂപം എന്നെ ആകർഷിക്കുന്നു. അങ്ങെന്നെ വിവാഹം കഴിക്കണേ. എൻ്റെ ഒരേ ഒരു പ്രാർത്ഥനയാണത്. അങ്ങയിൽ നിന്ന് ഒരു പുത്രൻ ജനിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആ പുത്രന് രാക്ഷസ ഗുണങ്ങളും വീരപുരുഷ ഗുണങ്ങളും ഫലവും ഉണ്ടാവുമല്ലോ. ഭീമസേനൻ അവളെ പുച്ഛിച്ചു തള്ളി. ഛീ, രാക്ഷസിയിൽ രാജകുമാരൻ പുത്രോത്പാദനം ചെയ്യുകയോ? അയ്യേ, അത് ആലോചിക്കാൻ പോലും കഴിയാത്തതാണ്. ഹിഡിംബി പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുന്തിദേവിയുടെ കാൽക്കൽ വീണു. അമ്മേ, അമ്മയുടെ മകനോട് എനിക്ക് ഉണ്ണിയെ തരണമെന്ന് കൽപ്പിച്ചരുളി ചെയ്യണേ. രാക്ഷസികൾക്ക് ഗർഭകാലം ഒരു മുഹൂർത്തമേയുള്ളൂ. പ്രസവിച്ച ഉടൻ ശിശു പൂർണ്ണമായ വളർച്ചയെത്തി യുവാവായി തീരും. ആ യുവത്വം ആരുടെയെങ്കിലും കൈകൊണ്ട് മരണം സംഭവിക്കുന്നതുവരെ നിലനിൽക്കുകയും ചെയ്യും. രാക്ഷസന്മാർക്ക് ബാല്യവും കൗമാരവും വാർദ്ധക്യവും വിധിച്ചിട്ടില്ല. കുന്തിദേവിക്കും പാണ്ഡവന്മാർ 4 പേർക്കും ഹിഡിംബിയോട് സ്നേഹവും അനുകമ്പയും തോന്നി. സുശീലയായ രാക്ഷസിയെ സ്വീകരിക്കാൻ എല്ലാവരും കൂടി ഭീമനോട് അപേക്ഷിച്ചു. അപ്പോഴേക്കും ഹിഡിംബിയോട് ഭീമസേനനും ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു. അവർ 2 പേരും കൂടി മരങ്ങളുടെ ഇടയിൽ ആരും കാണാത്ത സ്ഥലത്ത് പോയി വിവാഹകർമ്മം നടത്തി. ഒരു മുഹൂർത്തം കഴിഞ്ഞപ്പോൾ ഹിഡിംബി ഒരു ഉണ്ണിയെ പ്രസവിച്ചു. അപ്പോൾ തന്നെ വളർന്ന് അച്ഛനോടൊപ്പമായി തീർന്ന പാണ്ഡവകുലത്തിലെ ആദ്യ സന്താനമായി ജനിച്ച കുമാരനെ വലിയച്ഛനും ഇളയച്ഛനും പിതാമഹിയും വാത്സല്യത്തോടെ ലാളിച്ച് ഘടോൽഗജൻ എന്ന് പേരിട്ടു. അമ്മയും മകനും ഉടൻ തന്നെ ആ വനം വിട്ട് ഹിഡംബന് എത്താൻ കഴിയാത്ത വിദൂരസ്ഥിതമായ മറ്റൊരു കാട്ടിലേക്ക് ആകാശമാർഗേണ പോവുകയും ചെയ്തു. അനുജത്തി പോയി വളരെ നേരം കഴിഞ്ഞിട്ടും തിരികെ വരാത്തതു കണ്ട് ഭീകരഗാത്രനായ ഹിഡിംബൻ സ്വന്തം പുറപ്പെട്ടു വന്ന് പാണ്ഡവന്മാരെ സമീപിച്ചു. അവർ കുന്തിദേവിയെയും നകുലനെയും സഹദേവനെയും ഇടതുകൈയിലും യുധിഷ്ഠിരനെയും അർജുനനെയും വലതുകൈയിലും എടുത്ത് അമ്മാനമാടിക്കൊണ്ട് വായും പിളർന്ന് അവരെ തിന്നാൻ ഭാവിച്ചു. അതുകണ്ട് ഭീമസേനൻ ആദ്യം ഹിഡിംബന്റെ 2 കൈകളും പിടിച്ചൊടിച്ച് അമ്മയെയും സഹോദരന്മാരെയും രക്ഷിച്ചു. പിന്നീട് ക്ഷണസമയത്തിനുള്ളിൽ ഭയങ്കരനായ രാക്ഷസനെ ഞെക്കിക്കൊന്ന് ശവം ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അവന്റെ ശരീരം സ്വന്തം വാസസ്ഥാനമായിരുന്ന പർവ്വത ശിഖരത്തിൽ തന്നെ ചെന്നു വീണു. അതിൽ പിന്നെ കുന്തിദേവിയും പുത്രന്മാരും കൂടി നടന്ന് പാഞ്ചാല രാജ്യത്തിലെ ഏകചക്ര എന്ന ഗ്രാമത്തിലെത്തി. ബ്രാഹ്മണർ മാത്രം താമസിക്കുന്ന ചെറിയൊരു ഗ്രാമമായിരുന്നു അത്. പാണ്ഡവന്മാർ ബ്രാഹ്മണരുടെയും കുന്തിദേവി വിധവയായ ബ്രാഹ്മണ സ്ത്രീയുടെയും വേഷം ധരിച്ച് ഗ്രാമത്തിലേക്കു ചെന്ന് ഭിക്ഷാടനം നടത്തുന്ന ബ്രാഹ്മണന്മാരാണ് തങ്ങളെന്നും താമസിക്കാൻ ചെറിയൊരു സ്ഥലം തരണമെന്നും അവിടെയുള്ളവരോട് അപേക്ഷിച്ചു. ചിത്രഭാനു എന്ന ബ്രാഹ്മണനും പത്നി സുവർച്ചലയും മക്കളായ 15 വയസ്സുള്ള ശാരദ്വതനും 3 വയസ്സുള്ള ചന്ദ്രചൂഡനും താമസിക്കുന്ന വീട് കുറച്ചു വലുതായിരുന്നു. അവർ അതിന്റെ ഒരു ഭാഗം കുന്തിദേവിക്കും മക്കൾക്കും താമസിക്കാൻ കൊടുത്തു. ഒരടുക്കളയും ഒരേ ഒരു മുറിയും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കാട്ടിൽ ഗുഹകളിലും മരച്ചുവട്ടിലും പാർത്തു ശീലിച്ച കുന്തിദേവിക്കോ പാണ്ഡവന്മാർക്കോ ആ സ്ഥലം പോരെന്ന് തോന്നിയില്ല. ലളിത ജീവിതം നയിക്കുന്ന മധുര സ്വഭാവികളായ ആ അമ്മയെയും മക്കളെയും ചിത്രഭാനുവിനും പത്നിക്കും നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു. എന്നാൽ അവർക്ക് ബ്രാഹ്മണ തേജസ്സിനേക്കാളേറെ ക്ഷാത്ര തേജസ്സാണുള്ളതെന്ന് ബ്രാഹ്മണ ദമ്പതിമാർക്ക് തോന്നി. പക്ഷേ അവർ അക്കാര്യം ആരോടും പറഞ്ഞില്ല. സ്നേഹശീലയായ കുന്തിദേവിയോടോ മക്കളോടോ യാതൊന്നും ചോദിച്ചതുമില്ല. നേരം പുലർന്നാൽ വല്ലതും കഴിച്ച് പാണ്ഡവന്മാർ തൊട്ടടുത്തു കിടക്കുന്ന പാഞ്ചാല നഗരത്തിലേക്ക് ഭിക്ഷ തേടാൻ ഇറങ്ങും. 5 പേരും 5 വഴിക്ക് പോവും. ചിലപ്പോൾ വല്ലവരും ഭിക്ഷ തന്നാൽ വാങ്ങിക്കും. അതല്ലെങ്കിൽ വല്ലവർക്കും വേണ്ടി ജോലികൾ ചെയ്തു കൊടുത്ത് കുറച്ച് ഭക്ഷണം സമ്പാദിച്ച് അവർ വൈകുന്നേരം ആവുമ്പോഴേക്കും വീട്ടിലെത്തും. കുന്തിദേവി അന്നു കിട്ടുന്ന ഭക്ഷണം മുഴുവൻ 2ആയി പകുത്ത് നേർപകുതി ഭീമസേനന് വിളമ്പും. മറ്റേ പകുതി 4 സഹോദരന്മാരും അമ്മയും ഒപ്പമാക്കി ഭക്ഷിക്കും. അതായിരുന്നു അവരുടെ പതിവ്. ഒരു ദിവസം രാവിലെ പാണ്ഡവന്മാർക്ക് താമസ സ്ഥലം കൊടുത്ത ബ്രാഹ്മണന്റെ ഭവനത്തിൽ നിന്ന് നിലവിളിയും പലതും പറഞ്ഞുകൊണ്ടുള്ള പ്രലാപവും കേട്ട് കുന്തിദേവി അവർക്ക് എന്തു പറ്റിയെന്നറിയാൻ അങ്ങോട്ട് പോയി. അപ്പോൾ സുവർച്ചല കുന്തിദേവിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് രോദനത്തിന്റെ കാര്യം വിവരിച്ചു. അമ്മേ, ഈ ഗ്രാമം താമസിക്കാൻ സുഖമുള്ളതാണെങ്കിലും ഇവിടെ ഒരു രാക്ഷസന്റെ ഉപദ്രവമുണ്ട്. ഇവിടെ നിന്ന് കുറച്ചു ദൂരം പടിഞ്ഞാറോട്ട് പോയാൽ ഒരു കാടുണ്ട്. അവിടെ ഭഗൻ എന്നൊരു രാക്ഷസൻ താമസമാക്കിയിരിക്കുന്നു. അവൻ മുൻപൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കയ്യിൽ കിട്ടിയ ബ്രാഹ്മണരെയും സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചു തിന്നുക പതിവായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി അപേക്ഷിച്ചപ്പോൾ ഭഗൻ ഒരു ഒത്തുതീർപ്പിന് സമ്മതിച്ചു. ഓരോ ദിവസവും ഓരോ ബ്രാഹ്മണ ഗൃഹത്തിൽ നിന്നും ഓരോ പുരുഷൻ ഓരോ വണ്ടി നിറയെ ചോറും കറികളും കൊണ്ട് ഭഗൻ പാർക്കുന്ന ഗുഹയിലേക്ക് ചെല്ലണം. ചോറും കറികളും കഴിക്കുന്നതിന് മുൻപ് തന്നെ അവൻ വണ്ടിയിലിരിക്കുന്ന ബ്രാഹ്മണനെയും വണ്ടിക്കാളകളെയും ഒറ്റവാക്കി തിന്നുകളയും. അങ്ങനെ ഇവിടുത്തെ ബ്രാഹ്മണ കുടുംബങ്ങളിൽ മുതിർന്ന പുരുഷന്മാരും യുവാക്കളും ഇല്ലാതായി തീർന്നിരിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ഊഴമാണ്. എൻ്റെ ഭർത്താവ് ചോറും കൊണ്ട് പോവാൻ പുറപ്പെട്ടപ്പോൾ മകൻ തടഞ്ഞ് താൻ പോകാമെന്ന് പറഞ്ഞു. കൗമാരപ്രായത്തിലുള്ള മകൻ ഭഗരാക്ഷസന് ഇരയായി തീരുന്നത് അച്ഛന് സഹിക്കാൻ കഴിയുന്നില്ല. കുടുംബനാഥനായ അച്ഛൻ ഭഗന് ഭക്ഷണമായാൽ കുടുംബം അനാഥമാവുമെന്നും അതുകൊണ്ട് അച്ഛനെ പോകാൻ സമ്മതിക്കില്ലെന്നും മകന് ഷാഠ്യമുണ്ട്.
ഭർത്താവായാലും മകനായാലും നഷ്ടപ്പെടുന്നത് ഞാൻ എങ്ങനെ സഹിക്കും? എന്നാലും ഏതെങ്കിലും ഒരു പുരുഷൻ പോയേ പറ്റൂ. എന്തു വേണോന്നറിയാതെ ഞങ്ങൾ ദുഃഖിച്ചിരിക്കുകയാണ്. അത് കേട്ടപ്പോൾ കുന്തിദേവി ആശ്വസിപ്പിച്ചു. സുവർച്ചലെ, നീ കരയണ്ട. നിനക്ക് ഭർത്താവും മകനും നഷ്ടപ്പെടില്ല. അതിന് എന്റെ കൈവശം ഒരു വഴിയുണ്ട്. എന്റെ രണ്ടാമത്തെ മകൻ നല്ല ബലവാനാണ്. പല രാക്ഷസന്മാരെയും അവർ ഒറ്റപ്പിടുത്തം പിടിച്ച് കൊന്നിട്ടുണ്ട്. അത് ഞാൻ കണ്ടിട്ടുമുണ്ട്. മകനേക്കാൾ കൂറ്റനും ശക്തനുമായിരുന്നു ഹിഡിംബൻ. എന്റെ മകന് അവനെ കൊല്ലാൻ ഒരു നിമിഷമേ വേണ്ടി വന്നുള്ളൂ. ചോറും കറികളും നിറച്ച വണ്ടി എന്റെ മകനെ ഏൽപ്പിക്കൂ. അവൻ മകനെ കൊന്ന് ഏകചക്രാനിവാസികളുടെ സ്ഥിരമായ ഭയം ഇല്ലാതെയാക്കി തരും. സുവർച്ചല കുന്തിയുടെ വാക്കുകൾ കേട്ട് നടുങ്ങി. അയ്യോ, അത് പാടില്ല. ഞങ്ങളുടെ അതിഥികളാണ് നിങ്ങൾ. സൽഗുണസമ്പന്നരായ നിങ്ങളെ ആപത്തിൽപ്പെടുത്തിയിട്ട് ഞങ്ങളിലൊരാൾ രക്ഷപ്പെട്ടിട്ട് എന്ത് കാര്യം? ഞങ്ങളൊന്ന് തീർച്ചയാക്കി. ഞങ്ങൾ 4 പേരും ഇന്ന് വണ്ടിയിൽ കയറി പോവും. ഭഗൻ ഞങ്ങളെ 4 പേരെയും തിന്ന് തൃപ്തി അടയട്ടെ. കുന്തിദേവി സമ്മതിച്ചില്ല. സുവർച്ചലയുടെ കണ്ണീർ തുടച്ച് അവർ ഭീമസേനനെ വിളിച്ച് ഭഗന്റെ വിവരങ്ങളും ബ്രാഹ്മണ കുടുംബത്തിന്റെ സങ്കടങ്ങളും പറഞ്ഞ് അവരെ രാക്ഷസഭയത്തിൽ നിന്ന് രക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. ഭീമസേനന് ഉത്സാഹമായി. കുറെ കാലമായി രാക്ഷസന്മാരെയോ അസുരന്മാരെയോ മനുഷ്യരെ പോലുമോ പോരാടാൻ കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു അവസരം വന്നതിൽ സന്തോഷമുണ്ട്. അമ്മേ, ചോറും കറികളും അടങ്ങിയ വണ്ടി എന്നെ ഏൽപ്പിച്ചു തരാൻ അമ്മ അവരോട് പറയൂ. ഞാൻ ഈ കുടുംബത്തെ ആപത്തിൽ നിന്ന് രക്ഷിക്കും. ആപൽഘട്ടത്തിൽ നമുക്ക് അഭയം തന്നവരാണല്ലോ ഇവർ. പ്രത്യുപകാരം ചെയ്യാൻ ഇപ്പോൾ നമുക്ക് സൗകര്യമായി. ബ്രാഹ്മണനും പത്നിയും മകനും എതിർത്തിട്ടും ഭീമസേനൻ ചോറും കൊണ്ടുപോവാൻ ഒരുങ്ങി പുറപ്പെട്ടു. വണ്ടി തെളിച്ച് ഭീമസേനൻ കാട്ടിലെത്തി ഉറക്ക വിളിച്ചു പറഞ്ഞു. ഭഗരാക്ഷസ, എടാ ദുഷ്ട, നീ എവിടെയാണ്? നിനക്കുള്ള ഭക്ഷണം ഇതാ കൊണ്ടുവന്നിരിക്കുന്നു. വേഗം വന്നില്ലെങ്കിൽ ഈ ചോറ് മുഴുവനും ഞാൻ ഉണ്ണും. നിനക്ക് പട്ടിണി കിടക്കേണ്ടി വരും. ഇന്ന് മാത്രമല്ല, ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും നിനക്ക് പട്ടിണി തന്നെയായിരിക്കും. ഞാനാണ് ഇന്ന് മുതൽക്ക് ചോറ് കൊണ്ടുവരിക. സാധാരണ ബ്രാഹ്മണന്മാരിൽ ഒരാളല്ല വന്നതെന്ന് മനസ്സിലാക്കിയ ഭഗരാക്ഷസൻ കോപിച്ച് അലറിക്കൊണ്ട് ഓടി വന്നു. അപ്പോഴേക്കും ഭീമസേനൻ ചോറ് മുഴുവൻ കറികളൊഴിച്ച് കുഴച്ചുരുട്ടി ഉണ്ടുകഴിഞ്ഞിരുന്നു. ഭഗരാക്ഷസന്റെ ക്രോധം നിയന്ത്രണാതീതമായി. അവൻ കൊടുങ്കാറ്റ് പോലെ ഭീമസേനന്റെ മേൽ ചാടി വീണു. എച്ചിൽ കൈകൊണ്ട് രാക്ഷസനെ പിടികൂടി ഭീമസേനൻ കഴുത്തു ഞെരിച്ചു. ശ്വാസം കിട്ടാതെ പിടഞ്ഞ് അവൻ മൃതപ്രായനായപ്പോൾ ഭീമസേനൻ അവന്റെ വയറ്റത്തൊരു ചവിട്ടും വെച്ചുകൊടുത്ത് അവശേഷിച്ച പ്രാണനെയും യാത്രയച്ചു. അതിനുശേഷം ഒഴിഞ്ഞ വണ്ടി തെളിച്ചുകൊണ്ട് ഭീമസേനൻ ഏകചക്രയിൽ മടങ്ങിയെത്തി. ഏകചക്രയിലുള്ള സകല ബ്രാഹ്മണ കുടുംബക്കാരും ഭീമസേനൻ യാതൊരു പരിക്കും പറ്റാതെ മടങ്ങി വരുന്നത് കണ്ട് ആഹ്ലാദ ശബ്ദത്തോടെ എതിരേറ്റു. ഒരു ഗ്രാമവാസികളെ മുഴുവൻ രാക്ഷസഭയത്തിൽ നിന്ന് രക്ഷിച്ച ബ്രാഹ്മണനെ അവർ പ്രശംസിക്കുകയും ഇങ്ങനൊരു ധീരധ്വജൻ തങ്ങളുടെ കൂടെ താമസിക്കാൻ ഇടവന്നതിൽ അഭിമാനിക്കുകയും ചെയ്തു. സ്വയംവരത്തിന് 2 ദിവസം മുൻപ് മുതൽ പാണ്ഡവന്മാർ ഭിക്ഷാടനത്തിന് പോകാതെയായി. അവർ കൊട്ടാരത്തിലെ ഊട്ടുപുരയിൽ സുഖമായി ഭക്ഷണം കഴിച്ചു. തേജസ്വികളായ അവരെ ആരും വിലക്കിയില്ല. തങ്ങളുടെ അമ്മ ഗൃഹത്തിൽ കാത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞ് അവർ അമ്മയ്ക്കും തങ്ങൾക്കും വേണ്ട അത്താഴത്തിനുള്ള ഭക്ഷണം ഇലപ്പൊതികളിലാക്കി കൊണ്ടുപോയി. സ്വയംവര ദിവസം രാവിലെ പാണ്ഡവന്മാർ നേരത്തെ തന്നെ കുളിച്ച് ഭസ്മവും ചന്ദനവും ധരിച്ച് സഭയിൽ ബ്രാഹ്മണർക്ക് ഇരിക്കാൻ നീക്കി വെച്ചിട്ടുള്ളിടത്ത് ഇരുന്ന് കാഴ്ചകൾ കണ്ട് രസിച്ചു. ഏകചക്രയിലെ ബ്രാഹ്മണർ മുഴുവനും പാണ്ഡവന്മാരോടൊപ്പം സ്വയംവര സഭയിൽ ഉണ്ടായിരുന്നു. ബ്രാഹ്മണവേഷം ധരിച്ചിട്ടുണ്ടെങ്കിലും ക്ഷത്രിയ തേജസ്സും ഞാൺ തഴമ്പുകളുള്ള കൈകളും ആരോഗ്യ ദൃഢഗാത്രങ്ങളുമുള്ള അവരെ പലരും ശ്രദ്ധിച്ചു. ദ്രൗപദി കയ്യിൽ പൂമാലയും പിടിച്ച് 2 സഖിമാരോടൊന്നിച്ച് സ്വയംവര സദസ്സിൽ സ്ഥാപിച്ചിട്ടുള്ള ഉന്നതങ്ങളായ 2 പീഠങ്ങളിലൊന്നിന്മേലിരുന്നു. രാജാക്കന്മാരിൽ മിക്കവരും മുന്നോട്ട് വന്ന് ലക്ഷ്യഭേദനം അസാധ്യമാണെന്നു കണ്ട് ശ്രമിച്ചു നോക്കുക പോലും ചെയ്യാതെ തിരികെ സ്വസ്ഥാനങ്ങളിൽ പോയി ഇരിപ്പായി. ദുര്യോധനൻ ശക്തനും വീരനുമാണെന്ന അഭിമാനം കൊണ്ട് നെഞ്ചുവിരിച്ചു പിടിച്ച് ലക്ഷ്യഭേദനം ചെയ്യാൻ മുന്നോട്ട് വന്നു. എന്നാൽ ഇലകളിൽ മറഞ്ഞ് സദാ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന പക്ഷിയുടെ അടുത്തെത്താൻ പോലും വെള്ളത്തിൽ നോക്കി അമ്പെയ്ത ദുര്യോധനന് കഴിഞ്ഞില്ല. കൃത്രിമവൃക്ഷത്തിന്റെ തായ്തടിമേലാണ് അമ്പ് ചെന്ന് തറച്ചത്. എല്ലാവരും ചിരിച്ചു തുടങ്ങി. ദുര്യോധനൻ ലജ്ജിതനായി പിന്തിരിഞ്ഞ് തന്റെ സ്ഥാനത്ത് പോയിരുന്നു. അപ്പോഴായിരുന്നു കർണന്റെ വരവ്. കർണൻ പൊയ്കയിൽ നോക്കി തിരിയുന്ന പക്ഷിയുടെ കണ്ണിനു നേരെ അമ്പ് തൊടുക്കാൻ ഭാവിച്ചു. ഇതാ അംഗരാജാവായ കർണൻ ലക്ഷ്യം ഭേദിക്കുന്നു എന്ന് ദുര്യോധനൻ ഉച്ചത്തിൽ പറഞ്ഞു. ദ്രൗപദിയെ കർണൻ വിവാഹം കഴിക്കുമെന്ന് എല്ലാവർക്കും ഒരുവിധം തീർച്ചയായി. ഭീമസേനൻ അർജുനനെ തൊട്ടുവിളിച്ചു. അർജുന, ബാണപ്രയോഗത്തിലും വീര്യത്തിലും നിന്നോട് തുല്യനാണ് കർണനെന്ന് അറിയാമല്ലോ. അവൻ ഈ ലോകൈക സുന്ദരിയെ തട്ടിക്കൊണ്ടുപോകുമെന്നുറപ്പാണ്. അർജുനൻ ശരിവെച്ചു. എന്നാൽ ആ സമയത്ത് ദ്രൗപദി എഴുന്നേറ്റ് നിന്ന് സ്വർണ്ണമണികൾ കിലുങ്ങുന്നത് പോലെ മധുരമായ ശബ്ദത്തിൽ പറഞ്ഞു. ഹസ്തിനപുരിയിലെ യുവരാജാവായ ദുര്യോധനന്റെ ദയകൊണ്ട് അംഗരാജാവായ ആളാണ് ക്ഷത്രിയൻ പോലുമല്ലാത്ത ഈ സൂതപുത്രൻ. ഇയാൾ ലക്ഷ്യം ഭേദിച്ചാലും ശരി, ഞാൻ ഇയാളെ വിവാഹം കഴിക്കില്ല. കർണൻ വില്ലുമമ്പം താഴ്ത്തിട്ട് വിളറി വെളുത്ത മുഖത്തോടെ തേജസ് മങ്ങി സ്വയംവരശാലയുടെ പുറത്തു കടന്ന് തന്റെ തേരിൽ കയറി വേഗത്തിൽ സ്ഥലം വിട്ടു. കർണന്റെ അപമാനഭാരം മനസ്സിലാക്കാൻ അവിടെ ദുര്യോധനൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റുള്ളവരൊക്കെ ദ്രൗപദിയുടെ നിന്ദാവചനം കേട്ട് ചിരിക്കുകയായിരുന്നു. അപ്പോൾ സ്വയംവര സഭയിൽ രാജാക്കന്മാരുടെ കൂട്ടത്തിലിരിക്കുന്ന ബലഭദ്രൻ കൃഷ്ണനോട് പറഞ്ഞു. കൃഷ്ണ, നിനക്ക് ഈ ലക്ഷ്യഭഞ്ജനത്തിന് യാതൊരു പ്രയാസവും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. രാജാക്കന്മാരെല്ലാം പിന്മടങ്ങിക്കഴിഞ്ഞു. ഇനി ബ്രാഹ്മണൻ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അവരാരെങ്കിലും ലക്ഷ്യഭേദം ചെയ്താൽ രാജാക്കന്മാർക്കെല്ലാം അപമാനമായിരിക്കുമല്ലോ. നീ ചെന്ന് ലക്ഷ്യം ഭേദിക്കൂ. കൃഷ്ണൻ തലയാട്ടി. അത് വയ്യ ജ്യേഷ്ഠ. ദ്രൗപദി എനിക്കുള്ളവളല്ല.
പാണ്ഡവ വധുവാണ് അവൾ. എനിക്ക് അവൾ സഹോദരിയും സുഹൃത്തുമായിരിക്കേ ഉള്ളൂ. രാജാക്കന്മാരെല്ലാം ശ്രമിച്ചു പരാജയപ്പെട്ടും പിന്മടങ്ങി. അപ്പോൾ ദ്രൗപദിയുടെ ജ്യേഷ്ഠൻ ദൃഷ്ടിദ്യുമ്നൻ മുൻപോട്ട് വന്ന് പറഞ്ഞു, രാജാക്കന്മാരെല്ലാം പിൻവാങ്ങിക്കഴിഞ്ഞു. ഇനി ബ്രാഹ്മണന്മാർക്ക് ധൈര്യമുണ്ടെങ്കിൽ ഒരു കൈ നോക്കാം. കൃഷ്ണൻ ബ്രാഹ്മണരുടെ ഇടയിൽ ക്ഷത്രിയ തേജസ്സു കണ്ട് ശോഭിക്കുന്ന പാണ്ഡവന്മാരെ കണ്ടു. അവരെ കണ്ടപ്പോൾ തന്നെ വാസുദേവന് അവർ ആരാണെന്ന് മനസ്സിലായി. ഭഗവാൻ ജ്യേഷ്ഠനോട് പറഞ്ഞു, ജ്യേഷ്ഠ, ബ്രാഹ്മണരുടെ കൂട്ടത്തിലേക്കൊന്ന് നോക്കൂ. യജ്ഞോപവീതവും കഴുത്തിലും കൈകളിലും രുദ്രാക്ഷമാലകളും അണിഞ്ഞിട്ടുള്ള ആൾ നമ്മുടെ യുധിഷ്ഠിര ജ്യേഷ്ഠനല്ലേ? അദ്ദേഹത്തിന്റെ അടുത്തിരിക്കുന്ന പ്രതുല ശരീരനായ ബ്രാഹ്മണൻ യുദ്ധത്തിനൊരുങ്ങുന്നത് പോലെ തട്ടുടുത്ത് തല എടുത്തു പിടിച്ചു നിൽക്കുന്നു. അത് ഭീമജ്യേഷ്ഠനല്ലേ? ഞാൻ തഴമ്പുള്ള കൈകൾ കൂട്ടിത്തിരുമ്മി സ്വയംവര ലക്ഷ്യത്തിലേക്കു തന്നെ നോക്കിയിരിക്കുന്ന ആൾ അർജുനൻ തന്നെയാണ്. അർജുനന്റെ അടുത്തിരിക്കുന്ന സുന്ദരകളേബരനായ യുവാവ് നകുലനും അതിനപ്പുറത്ത് ശാന്തനായിരിക്കുന്ന ആൾ സഹദേവനുമാണ്. എനിക്ക് തീർച്ചയാണ് അച്ഛൻ പെങ്ങളും മക്കളും തീയിൽപ്പെട്ട് മരിച്ചിട്ടില്ലെന്ന് വിതുര കൗരവർ നമ്മളോട് പറഞ്ഞത് ഓർക്കുന്നില്ലേ? പക്ഷേ അവരെവിടെയുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അവർ പാഞ്ചാല രാജ്യത്തിലായിരിക്കണം അഭയം കണ്ടെത്തിയത്. ദ്രുപദ രാജാവിന് യാഗാഗ്നിയിൽ ജനിച്ച മകളാണ് കൃഷ്ണ എന്ന യാജ്ഞസേനി. തന്നെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ദ്രോണാചാര്യന്റെ മുൻപിൽ കൊണ്ടുപോയി തള്ളിയ അർജുനന് ദ്രൗപദിയെ കൊടുക്കണമെന്നാണ് ദ്രുപദൻ ആഗ്രഹിച്ചത്. ദ്രൗപദിയുടെ ജ്യേഷ്ഠൻ ദൃഷ്ടിദ്യുമ്നനാകട്ടെ ദ്രോണാചാര്യനെ കൊല്ലാൻ വേണ്ടി ധ്രുവന്റെ അപേക്ഷപ്രകാരം ജനിച്ചവനുമാണ്. ഈ ലക്ഷ്യം ഭേദിക്കാൻ അർജുനനും കർണനുമല്ലാതെ മറ്റാർക്കും സാധ്യമാവയില്ല. അതിൽ കർണനെ ദ്രൗപദി പരിഹസിച്ചതുകൊണ്ട് അയാൾ മടങ്ങിയല്ലോ. അർജുനനെ ഉദ്ദേശിച്ച് മാത്രമാണ് ഇത്രയും സങ്കീർണമായ ലക്ഷ്യം ദ്രുപദൻ ഉണ്ടാക്കിയത്. കർണൻ മത്സരാർത്ഥിയായി വരുമെന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവില്ല. ഏതായാലും ദ്രൗപദി തന്നെ അയാളെ ഒഴിവാക്കിയല്ലോ. ഇനി അർജുനൻ തന്നെ വരണം ലക്ഷ്യഭേദനത്തിന്. കൃഷ്ണന്റെ വാക്കുകൾ ബലരാമൻ ശരിവച്ചു. കൃഷ്ണൻ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ബ്രാഹ്മണരുടെ ഇടയിൽ ചില തിക്കും തിരക്കുമൊക്കെ നടന്നു. ഏകചക്രക്കാരായ ബ്രാഹ്മണർ അർജുനനെ ലക്ഷ്യവേദത്തിന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ക്ഷത്രിയ തേജസ് നിറഞ്ഞു തുളുമ്പിയൊഴുകുന്ന അർജുനൻ ബ്രാഹ്മണരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് ലക്ഷ്യത്തിനടുത്തേക്ക് വന്നു. ദ്രൗപദി കണ്ണെടുക്കാതെ ആ ബ്രാഹ്മണ യുവാവിനെ നോക്കി. എല്ലാവരുടെയും ദൃഷ്ടികളും അജ്ഞാതനായ ആ ദ്വിജ തരുണനിൽ തന്നെയായിരുന്നു. ആയുധവിദ്യയിൽ തന്റെ സഹപാഠിയായിരുന്നു അർജുനനെങ്കിലും ദൃഷ്ടിദ്യുമ്നന് കണ്ടിട്ട് മനസ്സിലായില്ല. അദ്ദേഹം ദ്രുപദനോട് പറഞ്ഞു, അച്ഛാ, നമ്മൾ അർജുനന് വേണ്ടി ഉദ്ദേശിച്ച ലക്ഷ്യം പാഴായി പോവോ? നമുക്ക് കൃഷ്ണയെ ആരും അറിയാത്ത ഏതോ ഭിക്ഷുവും ദരിദ്രനുമായ ബ്രാഹ്മണന് കൊടുക്കേണ്ടി വരുമോ? ദ്രുപദനും ആ ഭയം ഉണ്ടായിരുന്നു. പക്ഷേ ബ്രാഹ്മണൻ ലക്ഷ്യം ഭേദിച്ചാൽ കൃഷ്ണയെ അയാൾക്ക് കൊടുക്കാതെയിരിക്കുന്നത് സത്യലംഘനമാകുമല്ലോ. വിഷാദ ചിന്തകളോടെ അദ്ദേഹവും ബ്രാഹ്മണനെ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ദ്രൗപദിക്ക് മനഃചാഞ്ചല്യമുണ്ടായില്ല. ഈ ലക്ഷ്യം ഭേദിക്കാൻ കർണനെ ഒഴിച്ചാൽ അർജുനനല്ലാതെ മറ്റാർക്കും സാധ്യമാവില്ലെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ബ്രാഹ്മണ വേഷത്തിലുള്ള അർജുനൻ നിഷ്പ്രയാസം ലക്ഷ്യം ഭേദിച്ചു. ഏകചക്രയിലെ ബ്രാഹ്മണർ ആഹ്ലാദത്തോടെ ആർപ്പ് വിളിച്ചു. പാണ്ഡവന്മാർ 4 പേരും ആർപ്പ് വിളിക്കാൻ കൂടി. എല്ലാവരും ആർപ്പ് വിളി നിർത്തിയിട്ടും ഭീമസേനന്റെ അത്യുച്ചത്തിലുള്ള ശബ്ദം തുടർന്ന് കേൾക്കാമായിരുന്നു. ഏതോ ഒരു ബ്രാഹ്മണൻ ലക്ഷ്യം ഭേദിച്ചതു കണ്ട് സഭാവാസികളിൽ കൃഷ്ണനും രാമനും ഒഴിച്ചുള്ളവരും ദ്രുപദനും ദൃഷ്ടിദ്യുമ്നനും അമ്പരന്നു നിന്നു. ആർപ്പ് വിളി നിലച്ചതോടെ സഭയിൽ മുഴുവൻ ഉത്കണ്ഠാകുലമായ നിശബ്ദത പരന്നു. ദ്രൗപദി ഒട്ടും സംശയമില്ലാതെ മുൻപോട്ട് വന്ന് ബ്രാഹ്മണന്റെ കഴുത്തിൽ വരണമാലയണിയിച്ച് അടുത്ത് ഒതുങ്ങി നിന്നു. വിവാഹ മഹോത്സവത്തിലെ വിഭവസമൃദ്ധമായ ഭക്ഷണവും മറ്റുപചാരങ്ങളും കഴിഞ്ഞപ്പോഴേക്കും നേരം ഉച്ചതിരിഞ്ഞു. അർജുനൻ ദ്രൗപദിയുടെ കൈപിടിച്ചുകൊണ്ട് സഹോദരന്മാരോടും മറ്റ് ബ്രാഹ്മണരോടും ഒന്നിച്ച് ഏകചക്രയിലെ തങ്ങളുടെ വസതിയിലേക്ക് നടന്നു. കൃഷ്ണൻ പറഞ്ഞു, ജ്യേഷ്ഠൻ ഇവിടെ നിന്നാ മതി. ഞാൻ ഈ കപട ബ്രാഹ്മണരുടെ പിന്നാലെ അവരറിയാതെ പോയി നോക്കി എവിടെയാണ് അവരുടെ താമസം എന്നറിഞ്ഞു വരാം. കൃഷ്ണൻ ബ്രാഹ്മണരുടെ കുറച്ചു പിന്നിലായി നടന്നു. കുറച്ചുകൂടി പിന്നിലായി ദ്രുപദ രാജാവ് പറഞ്ഞതനുസരിച്ച് ദൃഷ്ടിദ്യുമ്നനും ചില സുഹൃത്തുക്കളും അവരെ പിന്തുടർന്നു ചെന്നു. ബ്രാഹ്മണ ഗൃഹത്തിന്റെ പടി കടന്ന ഉടനെ യുധിഷ്ഠിരൻ വിളിച്ചു പറഞ്ഞു, അമ്മേ, ഞങ്ങൾക്കിന്ന് വളരെ വിശേഷപ്പെട്ട ഒരു ഭിക്ഷ കിട്ടിയിട്ടുണ്ട്. അത് കേട്ട ഉടൻ കുന്തിദേവി വാതിൽ തുറക്കുന്നതിന് മുൻപ് തന്നെ വിളിച്ചു പറഞ്ഞു, മക്കളെ, ഭിക്ഷ എന്തു തന്നെയായാലും നിങ്ങൾ 5 പേരും കൂടി ഒപ്പം പങ്കിട്ടെടുക്കണം. എനിക്കതേ പറയാനുള്ളൂ. വാതിൽ തുറന്നപ്പോൾ മക്കൾക്കു കിട്ടിയ ഭിക്ഷ കണ്ട് കുന്തിദേവി അമ്പരന്നു. ഒരു കന്യകയെയാണ് ഭിക്ഷയായി കിട്ടിയിരിക്കുന്നതെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. ഇനി എന്തു ചെയ്യും? കുന്തിദേവിയുടെ വാക്ക് ഒരിക്കലും മിഥ്യയാവാൻ പാടില്ല. എന്നാൽ ഒരു കുമാരിക്ക് 5 ഭർത്താക്കന്മാരുണ്ടാവുക എന്നത് ലോകനീതിക്ക് നിരക്കാത്തതുമാണ്. ഇത് കർത്തവ്യതാമൂഢയായി അവർ നിന്നപ്പോൾ കൃഷ്ണൻ മുന്നോട്ട് വന്നു. കൃഷ്ണനെ കണ്ട് കുന്തിദേവി ആനന്ദവിവശയായി. ജ്യേഷ്ഠന്റെ മകനാണെന്ന് മാത്രമല്ല, അവരുടെ മനസ്സിൽ കൃഷ്ണനുള്ള സ്ഥാനം വിഷ്ണു ഭഗവാന്റെ അവതാരമാണെന്നാണ് അവർക്ക് കൃഷ്ണനെക്കുറിച്ചുള്ള ബോധ്യം. കൊച്ചുകുട്ടികളോടൊപ്പം കാട്ടിലും ദുര്യോധനന്റെ ഉപദ്രവങ്ങൾ സഹിച്ച് നാട്ടിലും താമസിക്കുന്ന കാലത്തെല്ലാം അവർ ഏകാന്തതയിലിരുന്ന് കൃഷ്ണനെ വിളിച്ചു കരഞ്ഞിട്ടുണ്ട്. ഗോവിന്ദ, ശിശുക്കളെയും വെച്ച് കഷ്ടപ്പെടുന്ന ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചോളുന്നു. എന്നെയും കുട്ടികളെ രക്ഷിക്കണേ. എപ്പോഴും ഗോവിന്ദൻ അവരുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. എല്ലാ ആപത്തുകളിൽ നിന്നും കൃഷ്ണൻ പല രൂപങ്ങളിലും വന്ന് അവരെ രക്ഷിച്ചിട്ടുണ്ട്. പരിഹാരമില്ലാത്ത ധർമ്മസങ്കടത്തിലും കൃഷ്ണൻ അവരുടെ രക്ഷയ്ക്ക് എത്തിയിരിക്കുന്നു. കൃഷ്ണ, ഈ പ്രശ്നത്തിന് പരിഹാരം കാണണേ. കുന്തിദേവി കൃഷ്ണനെ കെട്ടിപ്പിടിച്ച് യാചിച്ചു. കൃഷ്ണൻ അച്ഛൻ പെങ്ങളുടെ കൈക്കൂട്ടിൽ ഒതുങ്ങി നിന്ന് സമാധാനിപ്പിച്ചു. ലോകത്തിൽ പരിഹാരമില്ലാത്തത് മരണം മാത്രമാണ്. മറ്റെല്ലാത്തിനും പ്രതിവിധിയുണ്ട്.
അച്ഛൻ പെങ്ങൾ വിഷാദിക്കാതെയിരിക്കൂ. കൃഷ്ണൻ യുധിഷ്ഠിരനെയും ഭീമസേനനെയും വന്ദിച്ചു. അർജുനനെ സൗഹൃദാശ്ലേഷം ചെയ്തു. നകുലനെയും സഹദേവനെയും അനുഗ്രഹിച്ചു. എന്നിട്ട് എല്ലാവരും കൂടിയിരുന്ന് ആലോചന തുടങ്ങി. അപ്പോഴേക്കും ദൃഷ്ടദ്യുമ്നനും വന്നു. അച്ഛനും താനും ആഗ്രഹിച്ചതുപോലെ അർജുനൻ തന്നെയാണ് ലക്ഷ്യവേദം ചെയ്ത് ദ്രൗപദിയെ വരിച്ചതെന്നറിഞ്ഞ് ദൃഷ്ടദ്യുമ്നൻ സന്തോഷിച്ചു. എന്നാൽ പിന്നീട് ഉദിച്ചു വന്ന സമസ്യ അയാളെയും സംഘർഷാവസ്ഥയിലാക്കി. അപ്പോൾ ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിന്റെയും ക്ഷേത്രജപിതാവായ വ്യാസമഹർഷിയും നാരദ മഹർഷിയും സ്വയംവര സദസ്സിൽ നിന്ന് പോന്നവരെ എല്ലാം പിന്തുടർന്ന് അവിടെ എത്തിച്ചേർന്നു. കുന്തിദേവിയുടെ സങ്കടം മനസ്സിലാക്കിയ വ്യാസമുനി കൃഷ്ണനോട് പറഞ്ഞു, അങ്ങ് സർവജ്ഞനാണല്ലോ, പരിഹാരം കാണാൻ ഞാൻ വേണ്ട, അങ്ങ് മതി. എന്നിട്ടും അജ്ഞനെ പോലെ നിഷ്കളങ്കത ഭാവിച്ച് അങ്ങ് എന്തിനാണ് ഇരിക്കുന്നത്? ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം പറയൂ. കൃഷ്ണൻ ചിരിച്ചു. ഋഷേ, കൃഷ്ണദ്വൈപായനനും ബാദരായണനും വേദവ്യാസനുമായ അങ്ങ് ബ്രഹ്മർഷിയാണ്. വാസുദേവകൃഷ്ണനായ ഞാൻ ആദ്യം വെറുമൊരു ഇടയച്ചെറുക്കനും പിന്നീട് കാലാന്തരത്തിൽ ചെറിയൊരു രാജ്യത്തിലെ ഒരു കാലത്തും രാജാധികാരം കിട്ടാനിടയില്ലാത്ത ഇളയ രാജകുമാരനുമാണ്. ഞാൻ പറയുന്നതിന് എന്ത് വിലയുള്ളത്? അങ്ങ് തന്നെ കാര്യം പറയാൻ എന്തുകൊണ്ടും ചുമതലപ്പെട്ട ആൾ. വ്യാസമഹർഷി കൃഷ്ണനെ നോക്കി കൈകൂപ്പി. അങ്ങ് കപട ഗോപാലനാണെന്ന് ആർക്കാ അറിയാത്തത്? എല്ലാരെ കൊണ്ടും എല്ലാം ചെയ്യിക്കുന്നു, എന്നിട്ട് അതിന്റെ കർത്തൃത്വം നിഷേധിക്കുന്നു. ചെയ്യാനും ചെയ്യാതിരിക്കാനും മറ്റൊരു വിധത്തിൽ ചെയ്യാനും കഴിവുള്ള ആളാണ് അങ്ങ്. അങ്ങയുടെ നിർദ്ദേശം ഞാൻ ശിരസാ വഹിക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്തോ കാരണം കൊണ്ടാണല്ലോ. കാരണമില്ലാതെ കാര്യമുണ്ടാവുകയില്ലല്ലോ. കഴിഞ്ഞ ജന്മത്തിൽ ദ്രൗപദി നിഷിതത്തിലെ നളമഹാരാജാവിന്റെയും വൈദർഭിയായ ദമയന്തിയുടെയും മകളായ ഇന്ദ്രസേന എന്ന നാളായണിയായിരുന്നു. ശീലാവതിയായ അവൾ പൂർവജന്മ ദുഷ്കൃതം നിമിത്തം ദുശീലനും മഹാരോഗിയും ദരിദ്രനുമായ മൗൽഗല്യമുനിയുടെ പത്നിയായാണ് ജനിച്ചത്. ഭർത്താവിനെ തൃപ്തിപ്പെടുത്താനോ പ്രസാദിപ്പിക്കാനോ അവൾക്കൊരിക്കലും കഴിഞ്ഞില്ല. നല്ലൊരു ഭർത്താവിനെ കൂടെയിരിക്കാൻ അവൾ ആഗ്രഹിച്ചു. എന്നാൽ പാതിവൃത്യനിഷ്ഠയുള്ളതിനാൽ അവൾക്ക് മറ്റൊരാളെ സ്വീകരിക്കാൻ സാധിച്ചില്ല. ഭർത്താവിന്റെ മരണശേഷം അവൾ ശ്രീപാർവതിയെ തപസ് ചെയ്തു. തപഫലം നൽകാൻ മുൻപിൽ പ്രത്യക്ഷയായ ഗൗരീദേവിയോട് അവൾ, ദേവി, എനിക്ക് ധർമ്മിഷ്ഠനായ ഒരു ഭർത്താവിനെ തരൂ, ശക്തനായ ഒരു ഭർത്താവിനെ തരൂ, വീരനായ ഒരു ഭർത്താവിനെ തരൂ, സുന്ദരനായ ഭർത്താവിനെ തരൂ, വിവേകിയായ ഭർത്താവിനെ തരൂ എന്ന് 5 പ്രാവശ്യം യാചിച്ചു. ഉമാദേവി അവളെ അനുഗ്രഹിച്ചു. ഈ ഗുണങ്ങളുള്ള 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടാവും. അത് നിന്റെ സതീധർമ്മത്തിന് കളങ്കമാവയില്ല. ആ നാളായണിയാണ് ഇപ്പോൾ ദ്രുപദനന്ദിനിയായി ജനിച്ചിരിക്കുന്നത്. ഭഗവതിയുടെ അനുഗ്രഹമാണ് അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടാവുക എന്നത്. ഇതിൽ പരിഭ്രമിക്കാനോ സങ്കടപ്പെടാനോ ഒന്നുമില്ല. വ്യാസർഷി പറഞ്ഞു നിർത്തിയപ്പോൾ എല്ലാവരുടെയും ശങ്ക തീർന്നു. ദൃഷ്ടദ്യുമ്നൻ അവിടെയുള്ളവരെ എല്ലാവരെയും കൂട്ടി രാജധാനിയിലേക്ക് പോയി. അടുത്ത ശുഭമുഹൂർത്തത്തിൽ പാണ്ഡവന്മാർ വയക്രമപ്രകാരം ഓരോരുത്തരായി ദ്രൗപദിയുടെ കഴുത്തിൽ താലി ചാർത്തുകയും നെറുകയിൽ സിന്ദൂരം പൂശിക്കുകയും ചെയ്തു. ദ്രൗപദി 5 പേരെയും പൂമാലകൾ അണിയിച്ച് പരിണയത്തിന് പരിസമാപ്തി കുറിച്ചു. പിന്നീട് കൃഷ്ണന്റെയും രാമന്റെയും ഉപദേശപ്രകാരം പാണ്ഡവന്മാർ അമ്മാമന്റെ മക്കളായ അവരോടൊപ്പം ഹസ്തിനപുരിയിലേക്ക് ചെന്നു. വ്യാസമഹർഷിയും നാരദ മഹർഷിയും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും മധ്യസ്ഥതയ്ക്ക് വഴങ്ങി മനസ്സുകേടോടെയാണെങ്കിലും ദുര്യോധനൻ ഹസ്തിനപുരിയുടെ പടിഞ്ഞാറ് വശത്തുള്ള ഖാണ്ഡവപ്രസ്ഥം എന്ന 100 കണക്കിന് യോജനകൾ നീളത്തിലും വീതിയിലും കിടക്കുന്ന ഒരു ഘോരവനം പാണ്ഡവന്മാർക്ക് വിട്ടുകൊടുത്തു. കൃഷ്ണന്റെ പിൻബലത്തോടെ പാണ്ഡവന്മാർ കാട് മുഴുവനും ചുട്ടുകരിച്ചു. അസുരശില്പിയായ മയാസുരൻ അക്കാലത്ത് ഖാണ്ഡവപ്രസ്ഥത്തിലാണ് താമസിച്ചിരുന്നത്. പാണ്ഡവന്മാർക്ക് അതിമനോഹരവും അത്യപൂർവവുമായ ഒരു ഭവനവും സഭാതലവും ഉണ്ടാക്കി കൊടുക്കണമെന്ന നിബന്ധനയോടെ കൃഷ്ണൻ മയാസുരനെ തീയിൽ വേവിക്കാതെ രക്ഷപ്പെടുത്തി. മറ്റെവിടെയും കാണാത്ത തരത്തിലുള്ള ഒരു രാജധാനിയും സഭാതലവും മയാസുരൻ ഒരു മുഹൂർത്ത സമയത്തിനുള്ളിൽ പാണ്ഡവന്മാർക്ക് നിർമ്മിച്ചു കൊടുത്തു. ദേവേന്ദ്രന്റെ കൊട്ടാരത്തെയും തോൽപ്പിക്കുന്ന ആ ഭവനത്തിന് കൃഷ്ണൻ ഇന്ദ്രപ്രസ്ഥം എന്ന് പേരിട്ടു. പാണ്ഡവന്മാർ അവിടെ സുഖമായി താമസിച്ചു തുടങ്ങി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ കൃഷ്ണനും രാമനും ദ്വാരകയിലേക്ക് മടങ്ങി. തന്റെ സഹോദരിയുടെ കഷ്ടപ്പാടുകൾ നീങ്ങിയതായി കൃഷ്ണൻ പറഞ്ഞറിഞ്ഞ് വസുദേവൻ സന്തുഷ്ടനായി.